എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു പ്ലേലിസ്റ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പരീക്ഷ എഴുതാൻ പോയാലും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും നമ്മൾ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിലൂടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി ലെവൽ എക്സാമുകളുടെ പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റിയുടെ ടോപ്പിക്കുകൾ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും എടുക്കും. മാത്സിൽ നിന്നൊരു ടോപ്പിക് എടുക്കുന്നു. ആ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് 2020 മുതൽ ഇതുവരെ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു മാറുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്പേഴ്സ് ആണ്. നിങ്ങൾ ഏത് ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ ഒക്കെ സിലബസ് എടുത്ത് നോക്കിക്കോ, ആദ്യം കിടക്കുന്ന ടോപ്പിക് ഇതായിരിക്കും: സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 20 മുതൽ ഇതുവരെ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും, ഡിഗ്രി ലെവൽ മെയിൻസ് പ്രിലിംസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയിട്ട് ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ചു മാറും. നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. കാര്യം എവിടുന്ന് വേണേലും ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടുതലാണ്. അതുകൊണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് ക്ലാസ്, വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടെ വരും. ആ 2 ക്ലാസ്സും കഴിയുമ്പോൾ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്നുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ഒരു മെൻ്റൽ എബിലിറ്റിയുടെ ടോപ്പിക് എടുക്കും. അതും ഇതേ പരിപാടി തന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ മാത്സിൻ്റെ ഒരു ടോപ്പിക്ക്, മെൻ്റൽ എബിലിറ്റിയുടെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മുമ്പായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ അകത്തുനിന്ന് മുഴുവൻ ടോപ്പിക്കിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇനി ഇത് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓരോ ടോപ്പിക്കും പൂർണ്ണമായിട്ട് തീരുമ്പോഴും എക്സ്ട്രാ നിങ്ങൾക്ക് വർക്കൗട്ടിനായിട്ട് കുറച്ച് ചോദ്യങ്ങളൂടെ ഈ മോഡലിൽ കുറച്ച് ചോദ്യങ്ങളൂടെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഇടാം. അതിൻ്റെ ആൻസേഴ്സും ചെയ്തിടാം. അതുകൂടെ ആകുമ്പോൾ ഒരു ടോപ്പിക്ക് കൃത്യമായി, നമ്മൾ LDCക്ക് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ചെയ്തതാണ്. അതേപോലെ നമ്മൾ ഇനി മുതൽ ഡിഗ്രി ലെവലിനും ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു സാധനം, ഈ ഒരു പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ അധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു, നല്ല രീതിയിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകാനായിട്ട് പറ്റും. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ട്രിക്ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രിക്ടേൺ എന്ന് തന്നെയാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ഇതുപോലൊന്ന് സെർച്ച് ചെയ്യുക, TRIG സ്പേസ് ഇട്ട് TURN. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്കൊക്കെ, ഡിഗ്രി ലെവലൊക്കെ എഴുതുന്നവർക്കൊക്കെ ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും അത് ഷെയർ ചെയ്യണം. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്പേഴ്സിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും പഠിക്കാനായിട്ട് പോ. The difference of two numbers is 1365. On dividing the larger number by the smaller, we get 6 as quotient and the 15 as remainder. What is the smaller number? 2022 ഡിഗ്രി പ്രിലിംസിൻ്റെ ചോദ്യം. ഈ ചോദ്യം മലയാളത്തിൽ പറഞ്ഞാൽ 2 സംഖ്യകളുടെ വ്യത്യാസം 1365. 2 സംഖ്യകളുണ്ട്, ആ 2 സംഖ്യകളുടെ വ്യത്യാസം 1365. ഓൺ ഡിവൈഡിങ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ, അതായത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വി ഗെറ്റ് 6 ആസ് കോഷ്യന്റ്. ഹരണബലമായി 6 കിട്ടും. അതായത് ഹരിക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹരണബലം, മേളിൽ കിട്ടുന്ന സാധനം ഹരിക്കുമ്പോൾ ഹരണബലമായി 6 കിട്ടും. 15 ആസ് റിമൈൻഡർ.
ശിഷ്ടമായിട്ട് 15 കിട്ടും. അങ്ങനെയാണ് ചെറിയ സംഖ്യ എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലമായി ഉത്തരമായി 6 കിട്ടും. അതുപോലെ തന്നെ ശിഷ്ടമായി 15 കിട്ടും. അങ്ങനെയാണ് ചെറിയ സംഖ്യ എത്ര എന്നതാണ് ചോദ്യം. ഇതെങ്ങനെ നമ്മൾ ചെയ്യും? കുഞ്ഞുങ്ങളെ, രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365. അപ്പോ നമുക്ക് വലിയ സംഖ്യയെ എക്സ് എന്നും ചെറിയ സംഖ്യയെ നമുക്ക് വൈ എന്നും കൊടുക്കാം. അപ്പൊ രണ്ട് സംഖ്യകളുണ്ട്, അതിൽ വലിയ സംഖ്യ എക്സ്, ചെറിയ സംഖ്യ വൈ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 എന്ന് പറയുന്നു. അപ്പൊ വലിയ സംഖ്യയായ എക്സിൽ നിന്ന് ചെറിയ സംഖ്യയായ വൈ കുറയ്ക്കുമ്പോൾ 1365 കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ വലിയ സംഖ്യ എക്സ് ആണ്, ചെറിയ സംഖ്യ വൈ ആണ്. ഈ സംഖ്യകളുടെ വ്യത്യാസം 1365 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയായ എക്സിൽ നിന്ന് ചെറിയ സംഖ്യയായ വൈ കുറയ്ക്കുമ്പോൾ എക്സ് മൈനസ് വൈ കുറയ്ക്കുമ്പോൾ 1365 കിട്ടും. കുഞ്ഞുങ്ങളെ, ഇത് തിരിച്ച് ചെയ്യരുത്. കാര്യം വലുതിൽ നിന്ന് തന്നെ ചെറുത് കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇവിടെ നമുക്കല്ല നെഗറ്റീവ് -1365 ആയിരുന്നു വരുന്നതെങ്കിൽ ചെറുതിൽ നിന്നായിരുന്നു വലുത്, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഇവിടെ വ്യത്യാസം 1365. 1365 ഒരു പോസിറ്റീവ് നമ്പറാണ്. അതായത് വലിയ സംഖ്യയായ എക്സിൽ നിന്ന് ചെറിയ സംഖ്യയായ വൈ കുറയ്ക്കുമ്പോൾ 1365 കിട്ടും. ഓക്കെ ആണ്. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ രണ്ടും എക്സ് ആയിരിക്കണം, അല്ലെ രണ്ടും വൈ ആയിരിക്കണം. അല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാര്യം എക്സും വൈയും രണ്ട് വേരിയബിൾ ആണ്. ഇപ്പൊ എക്സിലോ ഒന്നുകിൽ കംപ്ലീറ്റ് എക്സിൽ വരണം, അല്ലെ കംപ്ലീറ്റ് വൈയിൽ വരണം, അല്ലേ? ആലോചിച്ച് നോക്ക്. അപ്പോ അതിനവർ പറയുന്ന ഒരു സാധനമാണ് ഓൺ ഡിവൈഡിങ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ. വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ, അപ്പോൾ നമുക്കറിയാം ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിനെ ചെറിയ സംഖ്യയായ വൈ കൊണ്ട് ഹരിക്കും. നമ്മൾ സാധാരണ ഹരിക്കുന്നത് ഇങ്ങനല്ലേ? വലിയ സംഖ്യയായ എക്സിനെ ചെറിയ സംഖ്യയായ വൈ കൊണ്ട് ഹരിക്കും. അപ്പൊ ഹരണഫലമായി കോഷ്യൻ്റായി നമുക്ക് 6 കിട്ടും. നമ്മൾ സാധാരണ ഹരിക്കുമ്പോൾ നമുക്ക് മോളിലല്ലേ ഹരണഫലം വരിക? 6. ഹരണഫലമായി നമുക്ക് 6 കിട്ടും. അതുപോലെ തന്നെ ശിഷ്ടമായിട്ട് 15 കിട്ടും. ശിഷ്ടം നമുക്കറിയില്ല, ഇവിടെ ഇടയിലൊക്കെ ആരാണ്ടൊക്കെ വരും. ശിഷ്ടമായിട്ട് നമുക്ക് 15 കിട്ടും. അപ്പൊ വലിയ സംഖ്യയായ എക്സിനെ ചെറിയ സംഖ്യയായ വൈ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലമായി എന്ത് കിട്ടും? 6 കിട്ടും. ശിഷ്ടമായി മക്കളെ നമുക്ക് 15 എന്ന വാല്യൂ കിട്ടും. ഓക്കെ ആണ്. മുമ്പോട്ട് പോവാവേ. ഇനി നിങ്ങൾ എല്ലാവരും പണ്ട് കോഷ്യന്റ് റൂള് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിട്ടുണ്ട്. എന്തോ ഈ കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പണ്ട് കുഞ്ഞു സ്കൂളിൽ, ഇപ്പൊ അമ്മമാർക്കൊക്കെ അറിയാം, ഈ ഹരിച്ചത് ശരിയാണോ അല്ലയോ എന്ന് നോക്കാനായിട്ടൊരു വകുപ്പ് ചെയ്യും. അതായത് ഏത് സംഖ്യയാണോ ഹരിച്ചത് അത് കിട്ടാനായിട്ട് ഹരിച്ച സംഖ്യയായ വൈയും ഹരണഫലം കൂടെ ഗുണിക്കുക, എന്നിട്ട് ശിഷ്ടം കൂട്ടുക. അതായത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഒന്നുകൂടെ പറയുന്നു, ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അതായത് ഏത് സംഖ്യ എ ആണോ ഹരിക്കുന്നത് അത് കണ്ടെത്താനായിട്ട് ഹരിച്ച സംഖ്യയും ഹരണഫലം കൂടെ ഗുണിക്കുക, ശിഷ്ടം കൂട്ടുക. ഹരിച്ച സംഖ്യ വൈ ആണ്, ഹരണഫലം 6 ആണ്. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 6y എന്ന് കിട്ടും. ശിഷ്ടം 15 കൂട്ടുക. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 6y + 15 എന്ന് കിട്ടും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഇത് കിട്ടിയോ? അപ്പൊ കുറച്ചു പേരെങ്കിലും മനസ്സ് ചിന്തിക്കും, എടാ നീ ആ എടുത്തതിന്റെ ലോജിക്ക് ഒന്ന് പറയാവോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 92നെ 15 കൊണ്ട് ഹരിച്ചു എന്നിരിക്കട്ടെ. 92നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ
15 90 ശിഷ്ടൻ 2 വരും. അപ്പൊ ഹരണബലം 6, ഹരിച്ച സംഖ്യ 15, 92 ഹരിക്കുന്നത്, ശിഷ്ടൻ 2. അപ്പൊ മക്കളെ ഈ 92 കിട്ടാനായിട്ട് നോക്കിക്കോണം, ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക. അതായത് ഇതാ ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 15 6 90, 90 രണ്ടും കൂടെ കൂട്ടുമ്പോ 92 തന്നെ വന്നില്ലേ? നീ വേറൊരു സാധനം പറയാം. 19 4 കൊണ്ട് ഹരിച്ചു. 19 4 കൊണ്ട് ഹരിച്ചാൽ പറ 4 4 16 ശിഷ്ടം 3. അപ്പൊ ഈ 19 കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക. 4 4 കൂടെ ഗുണിക്കുമ്പോ 16, ഈ 3 കൂടെ കൂട്ടുമ്പോ 19. കണ്ടോ? അപ്പൊ ഈ ഒരു റൂള് നിങ്ങൾക്ക് മനസ്സിലായി. വേറൊരു ഉദാഹരണം പറയാം. 50 7 കൊണ്ട് ഹരിച്ചു. 7 7 49 ശിഷ്ടം 1. ഈ ഹരിച്ച സംഖ്യയായ 50 കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു. 7 7 49 ഒന്നുകൂടെ കൂട്ടുമ്പോൾ 50 തന്നെ കിട്ടിയില്ലേ? പണ്ട് നമ്മൾ ഹരിച്ചത് ശരിയാണോ എന്നറിയാൻ. അപ്പോ ഈ എക്സ് കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ ഗുണിക്കും. 6ഉം വൈയും 6y, ഇത് കൂട്ടും 6y പ്ലസ് 15. ഇനി മക്കളെ നമുക്ക് എവിടെ എക്സ് കണ്ടോ അവിടെ നമുക്ക് 6y പ്ലസ് 15 എന്ന് നമുക്ക് കൊടുക്കാം. നമുക്കറിയാം എക്സ് മൈനസ് വൈ ആണ് 1365. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 6y പ്ലസ് 15 ആണ് എക്സ്. 6y പ്ലസ് 15 എക്സിന്റെ സ്ഥാനത്ത് കൊടുത്തു. മൈനസ് വൈ ഈക്വൽ ടു 1365. മക്കളെ 6y നിന്ന് 1y കുറച്ചാൽ 5y പ്ലസ് 15 ഈക്വൽ ടു 1365. ഈ പ്ലസ് 15 അപ്പുറത്തേക്ക് പോകുമ്പോൾ 5y ഈക്വൽ ടു 1365 മൈനസ് 15 എന്ന് വരും. ഞാനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഒറ്റ അടിക്കുന്നത് നമ്മൾ കുറച്ചു, ഇത് ഒറ്റ അടിക്ക് കുറയ്ക്കുമ്പോൾ 5y ഒറ്റ അടിക്ക് എഴുതാം പോട്ട്. അപ്പൊ 5yയുടെ വാല്യൂ നമുക്ക് കിട്ടും 1365 നിന്ന് 15 പോയിട്ട് 1350. മക്കളെ ഇവിടോട്ട് ചെയ്യാണ്. 5yയുടെ വാല്യൂ നോക്കിക്കോണം, 1350 വൈയുടെ വില കാണാൻ 1350 5 കൊണ്ട് ഭാഗിച്ചു. 1350 5 കൊണ്ട് ഹരിച്ചു നോക്കൂ, 270 ഉത്തരമായി വരിക. അപ്പൊ y എന്ന് പറയുന്നത് 270. ഇവിടെ എക്സും വൈക്കകത്തും എക്സ് വലിയ സംഖ്യയും y ചെറിയ സംഖ്യയുമാണ്. y ആണ് ചെറിയ സംഖ്യ. ആ വൈയുടെ വില നമുക്ക് കിട്ടി 270. വൈയുടെ വില 270, ചെറിയ സംഖ്യ 270. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇതാദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വട്ടം കൂടെ ടപ്പേന്ന് പിടിക്കും, നിങ്ങളും എൻ്റെ ഒപ്പം. ദ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് 1365. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365. വലിയ സംഖ്യയെ നമുക്ക് എക്സ് എന്നും ചെറിയ സംഖ്യയെ നമുക്ക് വൈ എന്നും കൊടുക്കാം. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 1365 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയായ എക്സിൽ നിന്ന് ചെറിയ സംഖ്യയായ വൈ കുറയ്ക്കുമ്പോൾ 1365 കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ അവർ നമ്മളോടൊരു കണ്ടീഷൻ പറഞ്ഞു. ഓൺ ഡിവൈഡിങ് ദ ലാർജർ നമ്പർ ബൈ ദ സ്മോളർ. വലിയ സംഖ്യയായ എക്സിനെ ചെറിയ സംഖ്യയായ വൈ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലമായി കോഷ്യൻ്റായി 6 കിട്ടും. അതായത് ഹരണഫലം കിട്ടുന്നത് മുകളിൽ 6, ശിഷ്ടമായി 15 കിട്ടും. നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് സംഖ്യകൾ, അതായത് ഈ ഏത് സംഖ്യയെ ആണോ ഹരിക്കുന്നത് അത് കിട്ടാനായിട്ട് ഇത് രണ്ടൂടെ ഗുണിക്കുക, ഇത് കൂട്ടുക. അപ്പൊ എക്സ് കിട്ടാൻ, ഈ ഹരിക്കുന്ന സംഖ്യ എക്സ് കിട്ടാൻ ഇത് രണ്ടൂടെ വൈയും 6 ഗുണിക്കുമ്പോൾ 6y പ്ലസ് ശിഷ്ടമായ 15. എക്സ് കിട്ടാൻ ഇത് രണ്ടൂടെ ഗുണിക്കുന്നു, ശിഷ്ടം കൂട്ടും, 6y പ്ലസ് 15. അപ്പൊ ഇനി എവിടെ എക്സ് കണ്ടോ അവിടെ നമുക്ക് 6y പ്ലസ് 15 എന്നിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്തിൽ എക്സ് മൈനസ് വൈ ഇതാണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തു
6y പ്ലസ് 15 മൈനസ് y ഈക്വൽ ടു 1365. പെട്ടെന്ന് സ്റ്റെപ്പ് എഴുതിക്കേ. 6y നിന്ന് 1y കുറച്ച 6y മൈനസ് y 5y ആണ്. ഇനി ഈ പ്ലസ് 15 അപ്പുറത്ത് പോയി മൈനസ് 15 ആവും. കാര്യം ഇവിടെ ഒറ്റയടിക്ക് y ഇവിടെ എഴുതി. അപ്പൊ 1365 മൈനസ് 15 ഇത് ഒഴിവാക്കാം. 1365 നിന്ന് മൈനസ് 15 പോയാൽ 1350. അപ്പൊ 5y വാല്യൂ 1350. അങ്ങനെയാണ് y വാല്യൂ ഈ 5 അവിടെ വന്ന് ഡിവിഷനായി 1350/5 ചെയ്തു വരുമ്പോ നമുക്ക് പറയാം 270. മക്കളെ y എന്ന് പറയുന്നത് ചെറിയ സംഖ്യയാണ്. ആ y വാല്യൂ നമുക്ക് മനസ്സിലായി 270. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി നിങ്ങളോട് എപ്പോഴെങ്കിലും വലിയ സംഖ്യയായ എക്സ് ചോദിച്ചെന്നിരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ അറിയാമല്ലോ. ആ വൈയുടെ വാല്യൂ എവിടെയെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. വലിയ സംഖ്യ എക്സ് ചോദിച്ചെന്നിരിക്കട്ടെ. ഇതിനകത്തോട്ട് വൈയുടെ വാല്യൂ ഇടാം. എക്സിന്റെ വാല്യൂ എന്തുവാ? 6y പ്ലസ് 15. y 270 അല്ലേ? 6y 6 ഇൻറ്റു 270 പ്ലസ് 15 ഇട്ട് കൊടുക്കാം, ഉത്തരം കിട്ടും. അല്ലെ ഇവിടെ വേണേലിടാം. എക്സ് മൈനസ് വൈയുടെ വാല്യൂ 1365. അപ്പോൾ നമുക്ക് ഇവനെ ഇങ്ങനെ എഴുതാം. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ചോദിച്ചിട്ടില്ല 270 ആണ്, ഈക്വൽ ടു 1365. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ 270 അപ്പുറത്ത് പോയി 1365 പ്ലസ് 270 ഞാൻ ചെയ്യുന്നില്ല. ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും, വലിയ സംഖ്യ കിട്ടും. ചോദിച്ചിട്ടില്ല. നമുക്ക് ചെറിയ സംഖ്യ എക്സ് അല്ല വൈ ആ വേണ്ടി. വൈ ഡയറക്റ്റ് നമുക്ക് കിട്ടി 270 പക്ക. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. The remainder obtained when 1 factorial plus 2 factorial plus 3 factorial up to 95 factorial is divided by 15 is. 2022 ചോദിച്ച മറ്റൊരു ചോദ്യം. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 1ന്റെ ഫാക്ടോറിയൽ പ്ലസ് 2ന്റെ ഫാക്ടോറിയൽ പ്ലസ് 3ന്റെ ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ പോയി 95ന്റെ ഫാക്ടോറിയൽ. ഈ സാധനം ഇതൊരു വലിയ സംഖ്യ, എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം. ഈ സാധനത്തെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നതാണ് ചോദ്യം. കൊള്ളാമോ? ഇതൊരു വലിയ സംഖ്യയാണ്. ഈ സംഖ്യയെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ ആണോ? അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഈ ഡിഗ്രി ലെവലിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരോടും പറയുന്നു, പറ്റുമെങ്കിൽ നിങ്ങൾ 6ന്റെ ഫാക്ടോറിയൽ വരെ ഒന്ന് കാണാതെ പഠിച്ചു പോയാൽ നല്ലതായിരിക്കും. 6ന്റെ ഫാക്ടോറിയൽ എടുക്കാൻ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയാം, നീ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടെ നമുക്ക് വേഗത്തിൽ അടുത്തതിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ പഠിക്കുക. 1ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി 2ന്റെ ഫാക്ടോറിയൽ കാണുന്നത് 2 ഇൻറ്റു 1 2. ഇനി 3ന്റെ ഫാക്ടോറിയൽ കാണുന്നത് 3 ഇൻറ്റു 2 ഇൻറ്റു 1 6. ഇനി 4ന്റെ ഫാക്ടോറിയൽ കാണുന്നത് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 24. ഇനി 5ന്റെ ഫാക്ടോറിയൽ കാണുന്നത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 120. കണ്ടോ? അതായത് ആ സംഖ്യ തൊട്ട് 1 വരെ ഗുണിക്കാന്ന, തിരിച്ച് 1 മുതൽ 5 വരെ ഗുണിച്ചാലും മതി. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെ. 6ന്റെ ഫാക്ടോറിയൽ 6 ഇൻറ്റു 5 ഇൻറ്റു 3 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 720. കണ്ടോ? അപ്പൊ 7ന്റെ ഫാക്ടോറിയൽ എങ്ങനെയാ കാണുന്നത്? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 10ന്റെ ഫാക്ടോറിയൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. മനസ്സിലാവും? 1 വരെ ഗുണിക്കുക. 1 തൊട്ട് 10 വരെ ഗുണിച്ചാലും മതി. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇതാ. അപ്പൊ നമുക്ക് മനസ്സിലായി. പറ്റുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ എഴുതി നോക്കുക. 1ന്റെ ഫാക്ടോറിയൽ 1 ആണ്. 2ന്റെ ഫാക്ടോറിയൽ 2 ഇൻറ്റു 1 2 ആണ്. 3ന്റെ ഫാക്ടോറിയൽ 6 ആണ്. 4ന്റെ ഫാക്ടോറിയൽ 4 3 2 1 ഗുണിക്കുമ്പോൾ 24 ആണ്. 5ന്റെ ഫാക്ടോറിയൽ 120 ആണ്. 6ന്റെ ഫാക്ടോറിയൽ 720 ആണ്. 1ന്റെ ഫാക്ടോറിയൽ 1, 2ന്റെ ഫാക്ടോറിയൽ 2, 3ന്റെ ഫാക്ടോറിയൽ 6, 4ന്റെ ഫാക്ടോറിയൽ 24, 5ന്റെ ഫാക്ടോറിയൽ 120, 6ന്റെ ഫാക്ടോറിയൽ 720. നമുക്ക് ഇനി ഇതിലേക്ക് വരാം. ചോദ്യം ഇങ്ങനെയാണ്.
ഒന്നിൻ്റെ ഫാക്ടോറിയൽ പ്ലസ് 2ന്റെ ഫാക്ടോറിയൽ പ്ലസ് 3ന്റെ ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ പോയി 95ന്റെ ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് വേയിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് നടക്കത്തില്ല. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1ന്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് 95 വരെയുള്ള ഫാക്ടോറിയൽ എഴുതി കൂട്ടി ആ കിട്ടുന്നതിനെ 15 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുമ്പോഴത്തേക്കിന് ഒരു 10-50 ദിവസമൊക്കെ കഴിയും. നമുക്കിതൊരിക്കലും നോർമലി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ. ആ വഴിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം 1ന്റെ ഫാക്ടോറിയൽ മനസ്സിലാലോചിക്കുക. 1നെ നമുക്ക് 15 കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. 15 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം 15 വരണ്ടേ? 15 ഇല്ലാതെ ഒരിക്കലും ഒരു സംഖ്യയെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം 15 കൊണ്ട് ഹരിക്കണമെങ്കിൽ 15ന്റെ ഗുണനം എങ്ങനെയാ പോകുന്നത്? 15, 30, 45 ഇങ്ങനെയാണ്. അപ്പൊ അതിന് താഴോട്ടുള്ള ഒരു സംഖ്യയും നമുക്ക് 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 1ന്റെ ഫാക്ടോറിയലിനെ 1നെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇനി 2ന്റെ ഫാക്ടോറിയൽ ആലോചിക്കും. 2 × 1 2. 2നെ നമുക്ക് 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 15 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം 15 വരണം. ഇനി 3ന്റെ ഫാക്ടോറിയൽ 3ന്റെ 2 × 1 6. 6നെയും നമുക്ക് 15 6/15 പറ്റുമോ? 15 കൊണ്ട് ഹരിക്കണമെങ്കിൽ 15ന്റെ മുകളിൽ 15ഓ അതിന് മുകളിലോ വരണം. പറ്റൂല. ഇനി 4ന്റെ ഫാക്ടോറിയൽ 24. 24നെയും നമുക്ക് 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പറ്റുമോ? ആലോചിച്ച് നോക്ക്. കാര്യം 15ന്റെ പട്ടിക എങ്ങനെയാ പോകുന്നത്? 15, 30, 45. അപ്പൊ 24നെ ഹരിച്ചാലും ശിഷ്ടം വരും. ഇനി 5ന്റെ ഫാക്ടോറിയൽ 5ന്റെ ഫാക്ടോറിയൽ മക്കളെ 5 × 4 × അങ്ങനെ പോണം. 5ന്റെ ഫാക്ടോറിയൽ 120 ഈ 120നെ നമുക്ക് 15 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അങ്ങനെ പറയാൻ കാര്യം 15, 8, 120. അപ്പൊ 15നെ കൊണ്ട് നമുക്ക് 5ന്റെ ഫാക്ടോറിയലിനെ ഹരിക്കാം. ഇതാണ് നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ്. അതായത് 5ന്റെ ഫാക്ടോറിയലിനെ നമുക്ക് 15 കൊണ്ട് ഹരിക്കാം. മക്കളെ, 5ന്റെ ഫാക്ടോറിയലിനെ ഹരിക്കാമെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ ഫാക്ടോറിയലിനെയും 15 കൊണ്ട് ഹരിക്കാം. അങ്ങനെ പറയാൻ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5ന്റെ ഫാക്ടോറിയൽ എങ്ങനെ? 5 × 4 × 3 × 2 × 1. ഇത് 15 കൊണ്ട് ശിഷ്ടമില്ലാതെ പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു 6 വന്നാലും ഇത്ര എന്തായാലും ഡിവിസിബിൾ ആണെങ്കിൽ ഇതും ഡിവിസിബിൾ ആവുമല്ലോ. ഇനി 7ന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ 7 വരും. അപ്പൊ ഇത്രയും ഡിവിസിബിൾ ആണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ വന്നാലും വലിയ വലിയ സംഖ്യ ഹരണഫലം കിട്ടുമെന്നേ ഉള്ളൂ, പക്ഷെ ഡിവിസിബിൾ ആണ്. അതായത് 5ന്റെ ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഹരിക്കാമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ 6ന്റെ ആയിക്കോട്ടെ, 7ന്റെ ആയിക്കോട്ടെ, 10ന്റെ ആയിക്കോട്ടെ, 90ന്റെ ആയിക്കോട്ടെ, ഏത് ഫാക്ടോറിയലിനെയും നമുക്ക് 15 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇനി 5ന്റെ ഫാക്ടോറിയൽ തൊട്ട് അങ്ങോട്ട് 15 കൊണ്ട് ഹരിക്കുമ്പോൾ മക്കളെ ശിഷ്ടം ഇല്ല. ശിഷ്ടമുള്ളത് 1ന്റെ ഫാക്ടോറിയൽ, 2ന്റെ ഫാക്ടോറിയൽ, 3ന്റെ ഫാക്ടോറിയൽ, 4ന്റെ ഫാക്ടോറിയൽ, ഇത്രയത്തിന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ 4 ഫാക്ടോറിയലൂടെ കൂട്ടുക. കാര്യം ഇനി ബാക്കി അങ്ങോട്ടുള്ളതിന് 15 കൊണ്ട് ഹരിക്കുമ്പോൾ എൻ്റെ പൊന്നു പിള്ളാരെ ശിഷ്ടമില്ല, അങ്ങോട്ട് ശിഷ്ടമില്ല. ശിഷ്ടമുള്ളത് 4 ഫാക്ടോറിയൽ വരെ ഉള്ളൂ. അപ്പൊ ഈ 4 ഫാക്ടോറിയൽ വരെ കൂട്ടുക, 15 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. ഈ 4 ഫാക്ടോറിയൽ ഒന്ന് കൂട്ടുക. 1, 2, 6, 24. ഇത് കൂട്ടുമ്പോൾ മക്കളെ 33. 33നെ 15 കൊണ്ട് ഹരിച്ചു. 15, 2, 30. ശിഷ്ടം 3. നമ്മുടെ ഉത്തരം 3. സെറ്റ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 1ന്റെ ഫാക്ടോറിയൽ മക്കളെ 1 15 കൊണ്ട് ഹരിക്കാമോ? 1നെ ഒരിക്കലും 15 കൊണ്ട് പറ്റൂല. 15 കൊണ്ട് പറ്റണമെങ്കിൽ മിനിമം 15 വരണം. 2ന്റെ ഫാക്ടോറിയൽ 2.
15 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. 3ന്റെ ഫാക്ടോറിയൽ 6, 15 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. 4ന്റെ ഫാക്ടോറിയൽ 24, 15 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 15 കൊണ്ട് ഹരിച്ചാൽ 15 30 എന്ന ശിഷ്ടം വരും. 5ന്റെ ഫാക്ടോറിയൽ 120. 120നെ നമുക്ക് 15 കൊണ്ട് ഹരിക്കാം. 15 8 120 ആണ് നമ്മുടെ ആദ്യത്തെ ക്രൂഷ്യൽ പോയിന്റ്. 5ന്റെ ഫാക്ടോറിയൽ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 15. 5ന്റെ ഫാക്ടോറിയലിനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ട് എല്ലാ ഫാക്ടോറിയലിനെ ഹരിക്കാം. 6 ഫാക്ടോറിയൽ 720 ഈസ് ഡിവിസിബിൾ ബൈ 15. അപ്പോൾ 6ന്റെ ഫാക്ടോറിയൽ, 7ന്റെ ഫാക്ടോറിയൽ, 8ന്റെ ഫാക്ടോറിയൽ എല്ലാത്തിനെയും ഹരിക്കാം. ഇനി ഇവിടെ 100ന്റെ ഫാക്ടോറിയൽ, 1000ന്റെ ഫാക്ടോറിയൽ ലാസ്റ്റ് വന്നാൽ ഇനി അങ്ങോട്ട് ശിഷ്ടമില്ല. കാര്യം 5ന്റെ ഫാക്ടോറിയലിനെ ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല എങ്കിൽ നിങ്ങൾ വേണേ ചെയ്തു നോക്ക. ഇനി അങ്ങോട്ട് ഒന്നിനും 15 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമില്ല. ശിഷ്ടമുള്ളത് 4 ഫാക്ടോറിയൽ വരെ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കി നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അപ്പൊ ഈ 4 ഫാക്ടോറിയൽ എഴുതി കൂട്ടുക, 15 കൊണ്ട് ഹരിക്കുക, ശിഷ്ടം എടുക്കുക. 4 ഫാക്ടോറിയൽ എഴുതി കൂട്ടുമ്പോൾ 33. 33നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ 15 2 30, ശിഷ്ടം 3, സെറ്റ്. ഇതേപോലെ മക്കളെ ഞാൻ ഒരു ചോദ്യം ഇവിടെ എഴുതട്ടെ, വെറുതെ എൻ്റെ ഒപ്പം പിടി. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ, അങ്ങനെ പോയി 40ന്റെ ഫാക്ടോറിയലിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ, അങ്ങനെ പോയി 40ന്റെ ഫാക്ടോറിയലിനെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. അപ്പൊ നിങ്ങൾ ആദ്യം 1ന്റെ ഫാക്ടോറിയൽ എത്ര? 1. 8 കൊണ്ട് പറ്റത്തില്ല. 8 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം 8ഓ അതിന് മുകളിലോ വരണം. 2ന്റെ ഫാക്ടോറിയൽ 2, 8 കൊണ്ട് പറ്റത്തില്ല. 3ന്റെ ഫാക്ടോറിയൽ 6, 8 കൊണ്ട് പറ്റത്തില്ല. 4ന്റെ ഫാക്ടോറിയൽ 24, 8 കൊണ്ട് പറ്റും. 3 24. 24നെ നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പൊ നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ് 4ന്റെ ഫാക്ടോറിയലിനെ 8 കൊണ്ട് ഹരിക്കാം. 4ന്റെ ഫാക്ടോറിയലിനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ സംഖ്യകളെയും നമുക്ക് 8 കൊണ്ട് പറ്റും. 5 ഫാക്ടോറിയൽ പറ്റും, 6 ഫാക്ടോറിയൽ പറ്റും, 7 ഫാക്ടോറിയൽ പറ്റും, ഇനി അങ്ങോട്ടെല്ലാം പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് ശിഷ്ടമില്ല. 4 ഫാക്ടോറിയൽ തൊട്ട് ശിഷ്ടമില്ല. ശിഷ്ടം അപ്പോൾ ഉള്ളത് 1നും 2നും 3നും. അപ്പൊ ഈ 3 ഫാക്ടോറിയൽ കൂട്ടുക. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 9. അവനെ 8 കൊണ്ട് ഹരിച്ചു. കാര്യം ഇവർക്കേ ശിഷ്ടമുള്ളൂ, ഇനി അങ്ങോട്ട് ശിഷ്ടമില്ല എത്ര വന്നാലും. അപ്പൊ ഇവരെ കൂട്ടുമ്പോൾ 9. 9നെ 8 കൊണ്ട് ഹരിച്ചു, ശിഷ്ടം എടുക്കുക. 8 8, ശിഷ്ടം 1. അപ്പോൾ ഇത് ഇവിടെ വരെ ശിഷ്ടമുള്ളൂ. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 9. 9നെ 8 കൊണ്ട് ഹരിച്ച് ശിഷ്ടം എടുക്കുക. കാര്യം 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ ആദ്യം 3 ഫാക്ടോറിയലിനെ ഉള്ളൂ. ആദ്യം 3 ഫാക്ടോറിയൽ കൂട്ടി 9. ആ 9നെ 8 കൊണ്ട് ഹരിച്ചു. 8 8, ശിഷ്ടം 1. നമ്മുടെ ഉത്തരം ശിഷ്ടമാണ് 1. 2022 ഒരു ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് x+3 ഡിവൈഡഡ് ബൈ 7 ഈക്വൽസ് 2x + 1 ഡിവൈഡഡ് ബൈ 9, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x? നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്നുകിൽ വളരെ സിമ്പിളായ ചോദ്യം അത്. ഒന്നുകിൽ നോർമലായിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. അതല്ല എങ്കിൽ 4 ഓപ്ഷൻസ് ഇട്ട് നോക്കാം, അതിലെവിടെ എക്സ് കറക്റ്റ് ആവും എന്ന് നോക്കാം. ഞാനാണ് ആദ്യത്തെ മെത്തേഡ് സ്വീകരിക്കും. ഒട്ടും പറ്റിയില്ല രണ്ടാമത് ഞാനത് കാണിക്കാം, ശ്രദ്ധിക്കാം. നമ്മൾ ഈ ചോദ്യം ഒന്ന് എഴുതുകയാണ്: x+3 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 2x + 1 ഡിവൈഡഡ് ബൈ 9. ഇനി ഇവിടെ തമ്മിൽ വെട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഇപ്പൊ 2 ഇരട്ട സംഖ്യ, ഇപ്പൊ 6ഉം 10ഉം ആയിരുന്നെങ്കിൽ ഇത് തമ്മിൽ വെട്ടി 3ഉം 5ഉം എന്നൊക്കെ എഴുതാം. പക്ഷെ വെട്ടാനായിട്ട് തമ്മിൽ ആരുമില്ല. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു സാധനം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു സംഖ്യയെ ഫുള്ള് 9 കൊണ്ട് ഗുണിക്കാം, ഈ ഒരു സംഖ്യയെ ഫുള്ള് 7 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 9 കൊണ്ടൊന്ന് ഗുണിച്ച് x+3നെ 9 കൊണ്ട് ഗുണിച്ചാൽ 9x പ്ലസ് 9 3 കൂടെ ഗുണിക്കുമ്പോൾ 27. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുക അതെങ്ങനെയാടാ ശരിയാവുന്നത്? 9 3ന് മാത്രം ഗുണിച്ചാൽ പോരെ? അല്ല, x+3 എന്ന് പറയുന്നത് ഒരു ഫുൾ ടേം ആണ്. അപ്പോൾ 9 ഇവിടെ ഗുണിക്കാന്ന് പറയുമ്പോൾ ഈ സംഖ്യയെ മുഴുവൻ 9 കൊണ്ട് ഗുണിക്കണം.
ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ട്, ഒരാൾക്ക് മാത്രം മുട്ടായി കൊണ്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ 9 കൊടുത്താൽ ഇവിടെയും കൊടുക്കണം, ഇവിടെയും കൊടുക്കണം. 9x കൊടുത്താൽ 9x പ്ലസ് 9 3 ഗുണിച്ചാൽ 27 ഈക്വൽ ടു. ഇനി 7 ഇവിടെ ഗുണിക്കുക, ഇതൊരു ഫുൾ ടേമാ. അപ്പൊ 7 ഇവിടെ കൊടുക്കുമ്പോൾ 2x കൊടുക്കണം, 1 കൊടുക്കണം. 2x 7 ഗുണിച്ചാൽ 14x പ്ലസ് 1 7 ഗുണിച്ചാൽ 7. ഇനി നമുക്ക് എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അപ്പൊ നെഗറ്റീവ് ഒഴിവാക്കാം. സംഖ്യ ഇവിടേക്ക്, ഇവിടെ ഓൾറെഡി ഒരു 27 ഉണ്ട്. -7 ഇവിടേക്ക് വരും, കാര്യം സംഖ്യ ഇവിടേക്ക് വന്നാൽ +7 ഇപ്പുറത്ത് വന്ന് -7 ആവും. ഇവിടെ ഓൾറെഡി ഒരു 14x ഉണ്ട്. ഈ 9x അപ്പുറത്ത് പോയാൽ -9x ആവും. 27 നിന്ന് 7 കുറച്ചാൽ നിങ്ങൾക്കറിയാം 20. 14x നിന്ന് 9x കുറച്ചാൽ നിങ്ങൾക്കറിയാം 5x. അപ്പോൾ 5x വാല്യൂ 20 ആണ്. അപ്പൊ മക്കളെ എക്സിന്റെ വാല്യൂ കാണാൻ ഈ 5 ഇവിടേക്ക് വിട്ടു, 20/5 നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ കുഞ്ഞുങ്ങളെ 4 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. വളരെ സിമ്പിളായ ചോദ്യം. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ആദ്യം ഇത് 2 ക്രോസ് ചെയ്തു. അപ്പൊ ഇത് 9x പ്ലസ് 3 9 ഗുണിക്കുമ്പോൾ 27 ആവും. 9x പ്ലസ് 27. 7 അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 2x 7 14x. 7 ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 7, 14x പ്ലസ് 7. ഇനി എക്സ് നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഞാൻ അങ്ങേ സൈഡിലേക്ക് എക്സ് കൊണ്ടുപോയി, അവിടെ 14x ഓൾറെഡി ഉണ്ട്. 9x അപ്പുറത്തേക്ക് പോയപ്പോൾ -9x ആയി. ഇവിടെ ഓൾറെഡി ഒരു 27 ഉണ്ട്, +7 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -7 ആവും. അപ്പൊ 20 ഈക്വൽ ടു 5x എന്ന് വന്നു. എക്സിന്റെ വില കാണാൻ 20/5 4. ഇനി ചില കുഞ്ഞുങ്ങൾ എക്സിനെ ഈ സൈഡിലേക്ക് ആക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 9x -14x, അതായത് -5x ഈക്വൽ ടു -20 എന്ന് വരും. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ എന്തായാലും ലാസ്റ്റ് 2 മൈനസും വെട്ടിപ്പൊക്കോളും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, 4 ഓപ്ഷനും ഇട്ട് നോക്കിയിട്ട് എക്സിന്റെ വാല്യൂവിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താൽ അപ്പുറോ ഇപ്പുറോ ശരിയാവും എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ അത് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിങ് ആണ്. ഞാൻ ഓപ്ഷൻ ഡി ഇട്ടൊന്ന് കാണിക്കാം. എക്സിന് 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ 4 + 3 ഈ സൈഡില് 4 + 3 7/7 എന്ന് വരും. ഈ സൈഡിൽ 7/7 7/7 1. ഇനി എക്സിന് 4 എന്ന് ഇവിടെ കൊടുത്ത 2 4 8 8 ഒന്നുകൂടെ ചേർത്ത് 9/9 എന്ന് വന്നു. 9/9 1 തന്നെ. ഇത് 2 സൈഡും എക്സിന്റെ വാല്യൂ 4 എന്ന് കൊടുത്താൽ ഇവിടുത്തെ സൈഡ് 1 കിട്ടും, ഇവിടുത്തെ സൈഡ് 1 കിട്ടും. ഇത് 2 ഈക്വൽ എന്ന് അവർ എഴുതിയേക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡും തുല്യമാകണം. അങ്ങനെ സെയിം ആയി വരുന്ന ഓപ്ഷൻ ഏതാണോ അതാണ് എക്സിന്റെ വാല്യൂ എന്ന് ചിന്തിച്ച് ഇങ്ങനെ വേണേലും എടുക്കാം. പക്ഷെ നല്ല സമയം പോകും. ആദ്യത്തേത് തന്നെയാണ് നല്ലത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ലെറ്റ് എക്സ് സ്റ്റാർ വൈ, ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റാർ എന്നല്ല, ഇത് ശരിക്കും ഈ സിമ്പിളിന്റെ പേര് ടെൻസർ പ്രോഡക്റ്റ് എന്നാണ്. നമുക്ക് തൽക്കാലം ഇതിനെ സ്റ്റാർ എന്ന് വായിക്കാം. എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു x - 2y/y for y not equal to 0. If 4*5 equal to k*10, then the value of k is dash. 2022 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഹയർ ലെവൽ ഒരു സാധനം വീണ്ടും ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതായത് നമ്മളോട് പറയുന്നത്, ഈ സിമ്പൽ വന്നാൽ ഈ സിമ്പലിനെ തൽക്കാലം നമുക്ക് സ്റ്റാർ എന്ന് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം. എക്സ് സ്റ്റാർ വൈ, അതായത് 2 സംഖ്യകൾക്കിടയിൽ ഈ സിമ്പൽ വന്നാൽ ഇത് അർത്ഥമാക്കുന്നത് x - 2y/y എന്നാണ്. വേർ y നോട്ട് ഈക്വൽ ടു 0. വൈയുടെ വാല്യൂ, y താഴെ കിടക്കുന്നത് കൊണ്ട് വൈയുടെ വാല്യൂ ഒരിക്കലും 0 അല്ല. അത് അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ ചോദ്യം മുന്നോട്ട് പോകണമെങ്കിൽ y 0 ആവരുത്. അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ ഇവിടെ നിങ്ങളിത് കാണുമ്പോൾ ഭയങ്കരമായൊരു കൺഫ്യൂഷൻ തോന്നും. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ഇത്രേ സാധനം അങ്ങ് പഠിക്കണം നല്ല രീതിയിൽ. ഇവിടെ എന്തുവാ പറയുന്നത്? എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത്
x-2y/y ആണ്. അപ്പൊ ഈ ഒരു സ്റ്റാർ ഓപ്പറേഷൻ വന്നാൽ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ആദ്യം ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കുക. മക്കളെ, എക്സ് സ്റ്റാർ വൈക്കകത്തിൽ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറാണ്, വൈ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറാണ് ആണേ. അപ്പൊ എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ ഈ സാധനം കണ്ട x-2y, അതായത് ഫസ്റ്റ് നമ്പർ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ y എന്ന സെക്കൻഡ്. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിമ്പല് നിങ്ങൾ ഈ ചോദ്യത്തിൽ എല്ലായിടത്തും ഈ സിമ്പൽ വന്നാൽ ഇതാണെന്നല്ല ഞാൻ മീൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു ഓപ്പറേഷന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. എക്സ് സ്റ്റാർ വൈക്കകത്തിൽ ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്പർ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ, അതേ സെക്കൻഡ് നമ്പറിന്റെ ഇരട്ടി ബൈ സെക്കൻഡ് നമ്പർ. അപ്പൊ ഈ ചോദ്യത്തിലുടനീളം ഈ ഒരു സിമ്പൽ കൊണ്ട് അർത്ഥമാക്കുന്നത് ഫസ്റ്റ് നമ്പർ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ബൈ സെക്കൻഡ് നമ്പർ. ഈ സിമ്പൽ നിങ്ങൾ എവിടെ കണ്ടാലും ഈ ചോദ്യത്തിൽ എങ്ങനെ മീൻ ചെയ്തോണം? ഫസ്റ്റ് നമ്പർ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ. എല്ലാ ചോദ്യത്തിലും ഈ ഒരു റിലേഷൻ പാലിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾ ആ റിലേഷൻ നന്നായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന അടുത്ത ചോദ്യത്തിൽ ചിലപ്പോൾ റിലേഷൻ ഫസ്റ്റ് നമ്പർ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ബൈ ഫസ്റ്റ് നമ്പർ എന്നൊക്കെ ആയിരിക്കും അടുത്ത റിലേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻ നന്നായി ഒരു സെക്കൻഡ് എടുത്ത് മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയുന്നു, എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് എക്സ് സ്റ്റാർ വൈക്കകത്തിൽ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറാണ്, വൈ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറാണ്. എക്സ് സ്റ്റാർ വൈ എന്താ ഉദ്ദേശിക്കുന്നത്? x-2y. എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യ നമ്പർ മൈനസ് 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ ഡിവൈഡഡ് ബൈ വൈ. വൈ എന്ന് പറഞ്ഞാൽ മക്കളെ സെക്കൻഡ് നമ്പർ. നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ അകത്തുനിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഒരു സാധനത്തിൻ്റെ അകത്തുനിന്ന്, അതായത് 4 സ്റ്റാർ 5 ഈക്വൽ ടു കെ സ്റ്റാർ 10 ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് ഒരുമിച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ആദ്യം ഈ ഒരു സാധനം 4 സ്റ്റാർ 5 എന്താണ് എന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. ഈ 4 സ്റ്റാർ 5ൻ്റെ അകത്തിൽ 4 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ, 5 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ. ഈ സ്റ്റാർ ഓപ്പറേഷൻ ഈ ചോദ്യത്തിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ 4 മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ 5. 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10. വേണമെങ്കിൽ 2 ഇൻറ്റു 5 എന്ന് എഴുതാം, ഞാൻ എഴുതാത്തതാ. ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ ഇവിടെ 5. 4-ൽ നിന്ന് 10 പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചെറുതിൽ നിന്ന് വലുത് പോയാൽ മൈനസ് ആണ്. -6/5 ആണേ. അപ്പൊ ഈ 4 സ്റ്റാർ 5ൻ്റെ വാല്യൂ -6/5 എന്ന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ? എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഒന്നുകൂടെ 4 സ്റ്റാർ 5 നമ്മൾ കണ്ടുപിടിക്കണം. 4 സ്റ്റാർ 5 സ്റ്റാർ ഓപ്പറേഷൻ വന്നാൽ ഫസ്റ്റ് നമ്പർ -2 ഇൻറ്റു സെക്കൻഡ് നമ്പർ ബൈ സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ 4 -2 ഇൻറ്റു സെക്കൻഡ് നമ്പർ 2 ഇൻറ്റു 5 10 ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ ഇവിടെ 5 -6/5 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് കെ സ്റ്റാർ 10 എന്താണെന്ന് നമുക്ക് നോക്കാം. കെ സ്റ്റാർ 10ൻ്റെ അകത്തിൽ കെ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറാണ്, 10 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറാണ്. ഈ ചോദ്യത്തിൽ സ്റ്റാർ ഓപ്പറേഷൻ വന്നാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ ഇവിടെ കെ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് നമ്പർ 10. 2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 20. 2 ഗുണം 10 എന്നൊക്കെ എഴുതി ഒരു സ്റ്റെപ്പ് കൂടെ വലിക്കാം, വേണ്ട, 20 ബൈ സെക്കൻഡ് നമ്പർ ഇവിടെ അത് 10.
ഇനി പെട്ടെന്ന് ചാടിക്കയറി വെട്ടാനൊക്കെ തോന്നും, ചെയ്യരുത്. കാര്യം ഇവിടെ മൈനസ് ഇൻറ്റു ഒക്കെ ആയിരുന്നു, വെട്ടായിരുന്നു. ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കെ സ്റ്റാർ 10ന്റെ വാല്യൂ നമുക്ക് K-20/10 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ ചോദ്യം ഇനി ഇത്ര നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ചോദ്യം നമുക്കൊന്ന് എഴുതാം. 4*5 = K*10 ആണ്. അതില് 4*5ന്റെ വാല്യൂ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു, -655 നിങ്ങളുടെ കയ്യിലുണ്ട്. ഈക്വൽ ടു K*10ന്റെ വാല്യൂ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്, K-20/10. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. വേറൊരു വഴിയില്ല. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -60 ഈക്വൽ ടു ഇത് രണ്ടുകൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5 കൊണ്ട് ഈ സംഖ്യയെ ഗുണിക്കണം. ഇതൊരു ടേമാണ്. ഗുണിക്കുമ്പോൾ എല്ലാവരെയും ഗുണിക്കണം 5 കൊണ്ട്. 5ഉം Kയും കൂടെ ഗുണിച്ചാൽ 5K മൈനസ് 5ഉം 20 കൂടെ ഗുണിച്ചാൽ നമുക്ക് മനസ്സിലായി 100. ഇനി നമുക്ക് സംഖ്യകളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരണം, K ഒരു സൈഡിൽ. അപ്പൊ 5K ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ഓൾറെഡി ഒരു -60 ഉണ്ട്. -100 ഇപ്പുറത്തേക്ക് വരുമ്പോ +100 ആവും. -100 ഇപ്പുറത്തേക്ക് വരുമ്പോ +100 ആവും. മക്കളെ -60യും 100ഉം കൂടെ ചെയ്യണം. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും വന്നാൽ ഇവരുടെ വ്യത്യാസം എടുത്തു വലുതിന്റെ ചിഹ്നം കൊടുക്കണമെന്നാണ് റൂള്. അതായത് -60 + 100 ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും വന്നാൽ ഇവരുടെ വ്യത്യാസം എടുത്തു വലുതിന്റെ ചിഹ്നം. 100ന്റെയും 60ന്റെയും വ്യത്യാസം 40. വലുതെന്ന് പറഞ്ഞാൽ 100 ആണ്. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ 40 = 5K. ഇനി ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 100 - 60 തിരിച്ചിട്ടാൽ തന്നെ മനസ്സിലാവും. 100ൽ നിന്ന് 60 പോയാൽ 40 ആണ്. അപ്പൊ 5Kയുടെ വില 40 ആണ്. Kയുടെ വില കാണാൻ ഈ 5നെ ഇങ്ങോട്ട് വിട്ട് 40/5 8 എന്ന് നമുക്ക് പറയാം. 40/5 8. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ഞാൻ ഒന്നും കൂടെ ചെയ്ത് കാണിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും പട്ടേന്ന്. നമ്മൾ ആദ്യം ഈ റിലേഷൻ നോക്കി. x*y x ഫസ്റ്റ് നമ്പർ -2y 2 × സെക്കൻഡ് നമ്പർ ബൈ y എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ. നമ്മൾ ആദ്യം 4*5 നോക്കി. മക്കളെ 4*5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ 4 -2 × സെക്കൻഡ് നമ്പർ 5 2 × 5 10 ബൈ സെക്കൻഡ് നമ്പർ 5 -6/5. ഇതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് K*10 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ K -2 × സെക്കൻഡ് നമ്പർ 10 × 2 20 ഡിവൈഡഡ് ബൈ 2 × 10 20 ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ 10 ഇവിടെ നിൽക്കട്ടെ. ഇനി 4*5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -6/5 ഈക്വൽ ടു K*10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം K-20/10. ഇത് ക്രോസ് ചെയ്തു. -6ഉം 10ഉം -60 ഈക്വൽ ടു 5ഉം ഈ ടേം മൊത്തം 5ഉം Kയുടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5K മൈനസ് 5ഉം 20 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 100. ഇനി നമ്മൾ ഈ 5K അപ്പുറത്ത് നിർത്തി. ഇവിടെ ഓൾറെഡി ഒരു -60 ഉണ്ട്. -100 അപ്പുറത്തേക്ക് വരുമ്പോൾ +100 ആവും. ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും വന്നാൽ ഇവരുടെ വ്യത്യാസം എടുത്ത് വലുതിന്റെ ചിഹ്നം. ഇവരുടെ വ്യത്യാസം 40 ആണ്. വലുതിന്റെ ചിഹ്നം പ്ലസ്. അല്ലെ 100 - 60 ചെയ്താലും 40 കിട്ടും. 40 ആണ് 5K എന്ന് പറഞ്ഞാൽ. 5Kയുടെ വില 40 ആണ്. Kയുടെ വില കാണാൻ ഈ 5 ഇവിടോട്ട് വിട്ട് 40/5 8 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓപ്ഷൻ ബി. നമ്മൾ മുമ്പേ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു ചോദ്യം. ഇതിനകത്തിൽ 2 ഓപ്പറേഷൻസ് ഉണ്ട്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സർക്കിൾ ക്രോസ് എന്നോ അല്ലെങ്കിൽ സൺ ക്രോസ് എന്നോ ഒക്കെ വിളിക്കാം. തൽക്കാലം സർക്കിൾ ക്രോസ് എന്ന് വിളിക്കാം ഈ ഒരു സിമ്പലിനെ. ഇത് നിങ്ങൾക്കറിയാം സ്റ്റാർ. ഈ പേരിലൊന്നും കാര്യമില്ല.
എന്നാൽ എന്തെങ്കിലും ഒന്ന് വിളിക്കണമല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇത് സർക്കിൾ ക്രോസ്, ഇത് സ്റ്റാർ, അങ്ങനെ വിളിക്കാം. സർക്കിൾ ക്രോസ്, ഇത് സ്റ്റാർ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ വിളിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ 2 ഓപ്പറേഷൻ ഉണ്ട്. ചോദ്യം ഒന്ന് വായിക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ഇൻഡിജേഴ്സ്. എക്സും വൈയും സംഖ്യകളാണ്. സച്ച് ദാറ്റ് എക്സ് സർക്കിൾ ക്ലോസ് വൈ ഈക്വൽ ടു x/2 മൈനസ് വൈ. ഇതിൻ്റെ അർത്ഥം ഇതാണ്. ആൻഡ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു y/3 മൈനസ് 2x. y/3 മൈനസ് 2x. Then 3 circle cross 1 star 4 circle cross minus 4 is dash. ഇതിൻ്റെ വാല്യൂ വേണം. കൊള്ളാമോ? നല്ല രസമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു 2-3 സെക്കൻഡ് സമയമെടുത്ത് ഈ സിമ്പല് കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുക എന്ന് നല്ലവണ്ണം മനസ്സിരുത്തി അങ്ങ് പഠിക്കണം. ഈ സർക്കിൾ ക്രോസ് കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുക, അതുപോലെ തന്നെ സ്റ്റാർ കൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുക എന്നുള്ളത് നന്നായിട്ട് നല്ല രീതിയിൽ അങ്ങ് മനസ്സിലാക്കുക. എന്നാൽ ഈ ചോദ്യം മുന്നോട്ട് പോകും. അപ്പം ഞാൻ ആദ്യം ഈ സാധനം നോക്ക്. എക്സ് സർക്കിൾ ക്രോസ് വൈ എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ് സർക്കിൾ ക്രോസ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറും വൈ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറുമാണ്. എക്സ് ഫസ്റ്റ് നമ്പർ, വൈ സെക്കൻഡ് നമ്പർ. x/2 മൈനസ് വൈ എന്ന, അതായത് ഫസ്റ്റ് നമ്പർ ബൈ 2 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ. ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തമായി സർക്കിൾ ക്രോസ് എവിടെ കണ്ടാലും നിങ്ങൾ ഈ ചോദ്യത്തിൽ മനസ്സിലാക്കിയോണം. ഫസ്റ്റ് നമ്പർ ബൈ 2, ഫസ്റ്റ് നമ്പറിന്റെ പകുതിയിൽ നിന്ന് സെക്കൻഡ് നമ്പർ കുറയ്ക്കണം. ഫസ്റ്റ് നമ്പറിന്റെ പകുതിയിൽ നിന്ന് സെക്കൻഡ് നമ്പർ കുറയ്ക്കണം. ഈ സിമ്പല് കൊണ്ട് അതാ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ, എക്സ് സർക്കിൾ ക്രോസ് വൈ എന്ന് പറഞ്ഞാൽ x/2 മൈനസ് വൈ ആണ്. അപ്പൊ ആ സിമ്പൽ നന്നായിട്ടൊന്ന് പഠിച്ചേ. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ, വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ. എക്സ് സർക്കിൾ ക്രോസ് വൈ, x/2, അതായത് ഫസ്റ്റ് നമ്പർ ബൈ 2 മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ. അപ്പൊ സർക്കിൾ ക്രോസ് കൊണ്ട് കുഞ്ഞുങ്ങളെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പക്കയാണ്. ഇനി നമ്മൾ അടുത്ത് എന്തുവാ, ഈ റിലേഷനും കൂടെ നമുക്ക് അങ്ങ് പഠിക്കാം. എക്സ് സ്റ്റാർ വൈ, എക്സ് സ്റ്റാർ വൈ. എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ വൈ. എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ y/3. വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറാണ്. സെക്കൻഡ് നമ്പർ ബൈ 3 മൈനസ് 2x. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാണ്. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്നാലും ഞാൻ എൻ്റെ ഒരു രസത്തിന് ഒന്നുകൂടെ പറയും. എക്സ് സ്റ്റാർ വൈ, സ്റ്റാർ ഓപ്പറേഷൻ ഈ ചോദ്യത്തിൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ ചോദ്യത്തിലും അത് മാറും. അതുകൊണ്ട് ആ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എക്സ് സ്റ്റാർ വൈ. അപ്പൊ എക്സ് സ്റ്റാർ വൈക്കകത്തിൽ ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ വൈ. ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ വൈ. എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞാൽ y/3, സെക്കൻഡ് നമ്പർ ബൈ 3 മൈനസ് 2x. എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറാ. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സർക്കിൾ ക്രോസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സർക്കിൾ ക്രോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിന്റെ പകുതിയിൽ നിന്ന് സെക്കൻഡ് നമ്പർ കുറയ്ക്കുക. ഫസ്റ്റ് നമ്പർ ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ. ഇനി സ്റ്റാർ എന്താണെന്നറിയാം. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് നമ്പർ ബൈ 3 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ ബൈ 3 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ ബൈ 3 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. ഇത്ര നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് ഓരോന്നും ചെയ്തു പോകാം. നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത കൺഫ്യൂഷനാണ്. ഞാനാണ് സെപ്പറേറ്റ് ചെയ്യും. ഒരുമിച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം. നമുക്ക് ആദ്യം ഈ ബോർഡ് മാസ് റൂള് തന്നെ എന്തുവാണ്, ബ്രാക്കറ്റ് ഉള്ളത് ആദ്യം ചെയ്യണമെന്ന്. ഈ ബ്രാക്കറ്റ് ഇതാ നമുക്ക് ചെയ്യണ്ടേ. ഏതാ നമുക്ക് ചെയ്യണ്ടേ? 3
സർക്കിൾ ക്രോസ് 1 ബ്രാക്കറ്റിൻ്റെ അകത്തിൽ സ്റ്റാർ 4 സർക്കിൾ ക്രോസ് -4. ഇതാണ് ചെയ്യേണ്ടത് ആണേ. നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റ് അങ്ങ് സോൾവ് ചെയ്യാം. ആദ്യത്തെ ബ്രാക്കറ്റ് എന്തോ പറ, 3 സർക്കിൾ ക്രോസ് 1. ഇതാദ്യം ചെയ്യാം. ഇതാദ്യം ഒന്ന് ചെയ്തേടാ മക്കളെ. ഇതിൻ്റെ അകത്തിൽ ഫസ്റ്റ് നമ്പർ 3 ആണ്, സെക്കൻഡ് നമ്പർ 1 ആണ്. ഫസ്റ്റ് നമ്പർ 3 ആണ്, സെക്കൻഡ് നമ്പർ 1 ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇവിടെ എങ്ങനെയാ വരുന്നത്? സർക്കിൾ ക്രോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ബൈ 2. ഫസ്റ്റ് നമ്പർ ബൈ 2. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇവന്റെ വാല്യൂ 3 ബൈ 2 -1 ആണ്. ഇവന്റെ വാല്യൂ 3 ബൈ 2 -1 ആണ്. ഓക്കെ ആണോ? മുമ്പോട്ട് മക്കളെ, ഈ 3 ബൈ 2 എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാം 1.5 എന്നാണ്. 1.5-ൽ നിന്ന് 1 പോയ അരയാണ് എന്ന് മനസ്സിലാവും പെട്ടെന്ന്. ഇനി അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 3 ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആ. കാര്യം 3 എന്ന് പറഞ്ഞിട്ട് 3ന്റെ പകുതി 1.5-ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0.5 കിട്ടും. 0.5 എന്ന് പറഞ്ഞാൽ അരയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ചിന്തിക്കാനുള്ളതാ പറഞ്ഞു. ഇനി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, പോട്ടെ. ഇത് നേരെ 3 ബൈ 2-ൽ നിന്ന് 1 കുറയ്ക്കണം. നമ്മളിവിടെ ക്രോസ് ചെയ്യാം. ഇവിടെ ആരുമില്ല. ആരുമില്ലെങ്കിൽ അവിടെ 1 ആണ്. 3 1 3 മൈനസ് 1 2 2 ഡിവൈഡഡ് ബൈ 2 1 2. ഇത് 2 കൂടെ 3 മൈനസ് ഇത് 2 കൂടെ 2 ഡിവൈഡഡ് ബൈ 2 1 2. 3-ൽ നിന്ന് 2 പോയാൽ 1 ബൈ 2 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു സാധനം നമുക്ക് 1 ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്ത സർക്കിൾ ക്രോസ് ചെയ്യാനായിട്ട് പോവാണ്. ഈ സാധനം നോക്കൂ, 4 ക്രോസ് -4. ഇങ്ങനെ ക്രോസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്? പറ. ഫസ്റ്റ് നമ്പർ ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. 4 ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ -4 ആണ്. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട്, ഓൾറെഡി ഒരു മൈനസ് ഉണ്ടല്ലോ, ഇനി ഞാൻ എന്തിനാ മൈനസ് കൊടുക്കുന്നത്? അങ്ങനെയല്ല. ഫസ്റ്റ് നമ്പർ ഇവിടെ അത് 4 ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ -4. 4 ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 4ന്റെ പകുതി 2. ഇങ്ങനെ 2 മൈനസ് വന്നാൽ അത് പ്ലസ് ആവും. 2 + 4 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ പ്ലസ് ആവും. അങ്ങനെ ഈ വാല്യൂ 6 എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ സാധനത്തിന്റെ വാല്യൂ കുഞ്ഞുങ്ങളെ നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണ് എന്ന് കരുതുന്നു. ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓക്കെ ആണ്. ഇനി നമുക്ക് ബാക്കി ഞാൻ തുടക്കുകയാണ്. നമുക്കിനി ഈ ഒരു സാധനത്തിന്റെ വാല്യൂ നമുക്ക് അരാന്ന് കിട്ടി. ഇടയ്ക്ക് നമ്മൾ സ്റ്റാർ ഇട്ടു. ഈ ഒരു സാധനത്തിന്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി നമുക്ക് സ്റ്റാർ ഓപ്പറേഷൻ കൂടെ ചെയ്യണം. എന്തുവാണ് സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? സ്റ്റാർ ഓപ്പറേഷൻ നമുക്കറിയാം, സെക്കൻഡ് നമ്പർ ബൈ 3. ഇവിടെ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അരയാണ്, സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ സ്റ്റാർ ഓപ്പറേഷൻ വരുമ്പോൾ സെക്കൻഡ് നമ്പർ ബൈ 3. സെക്കൻഡ് നമ്പർ 6 ആണ്. 6 ബൈ 3 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അര. ഇനി നിങ്ങൾക്കറിയാം 6 ബൈ 3. 6നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 2 മൈനസ് ഇതും എന്തായാലും വെട്ടിപ്പോവും. 2 ഇൻറ്റു അര ചെയ്യുമ്പോൾ ഈ 2 2 വെട്ടും. ബാക്കി ഇവിടെ ഉള്ളത് 1 ആണ്. 2 മൈനസ് 1 1 ആണെന്ന് മനസ്സിലാവും. 1 ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒരു വട്ടം കൂടെ പെട്ടെന്ന് ചെയ്യും. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം. നിങ്ങൾക്കറിയാം ക്രോസ് വന്നാൽ ഫസ്റ്റ് നമ്പർ ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ ആണ്. നമ്മൾ അവിടെ നിന്നത് മനസ്സിലാക്കി. ഇനി സ്റ്റാർ വന്നാൽ സെക്കൻഡ് നമ്പർ ബൈ 3 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ആണ്. അവിടുന്ന് മനസ്സിലാക്കി. ആദ്യം നമ്മൾ ഈ സാധനം ചെയ്തു. 3 ക്രോസ് 1 ഫസ്റ്റ് നമ്പർ 3 ബൈ 2 മൈനസ് സെക്കൻഡ് നമ്പർ 1
3/2 -1 ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 3 -2 ഡിവൈഡഡ് ബൈ 2. 3 2 പോയ ഇവന്റെ വാല്യൂ 1/2 ആണ് എന്ന് കിട്ടും. ഇനി നമുക്ക് 4 ക്രോസ് -4 ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ 4, സെക്കൻഡ് നമ്പർ -4 ആണ്. സെക്കൻഡ് നമ്പർ -4 ആണ് ഓർത്ത് വെച്ചോണം, -4 ആണ് ഓർത്ത് വെച്ചോണം. ഫസ്റ്റ് നമ്പർ /2 മൈനസ് സെക്കൻഡ് നമ്പർ -4 ആണ്. മൈനസ് എഴുതാതിരിക്കരുത്, കാര്യം അതുകൊണ്ടാണ് പ്രത്യേകം തന്നെ. ഇനി 4/2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ അത് പ്ലസ് ആവും 4. അങ്ങനെ 2 4 കൂട്ടി 6. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റിൻ്റെ അകത്തിൽ നമുക്ക് അര എന്ന് കിട്ടി, സ്റ്റാർ ഇട്ടു. സെക്കൻഡ് ബ്രാക്കറ്റിൻ്റെ അകത്തിൽ നമുക്ക് 6 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം സ്റ്റാർ ഓപ്പറേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? സ്റ്റാർ ഓപ്പറേഷൻ വന്നാൽ സെക്കൻഡ് നമ്പർ /3. സെക്കൻഡ് നമ്പർ ഇവിടെ ഫസ്റ്റ് നമ്പർ ആരെയും സെക്കൻഡ് നമ്പർ 6 സെക്കൻഡ് നമ്പർ /3, സെക്കൻഡ് നമ്പർ 6/3 മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/2 വെട്ടിപ്പോയി. 6നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 2 മൈനസ് വെട്ടിപ്പോയി 1. 2 - 1 നമ്മുടെ ഉത്തരം 1. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഹൗ മെനി ടെർമിനേറ്റിംഗ് സീറോസ് ഇൻ 1 × 2 × 3 × up to 100? 2022 വന്ന ഒരു ഡിഗ്രി മെയിൻസിന്റെ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കുഞ്ഞുങ്ങളെ 1 × 2 × 3 × അങ്ങനെ പോയി ഇങ്ങനെ 100 വരെ ഗുണിക്കുക. ഈ 100 വരെ ഗുണിക്കുന്നതിൻ്റെ അകത്തിൽ എത്ര ടെർമിനേറ്റിംഗ് സീറോസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, എന്തുവാടാ ഈ ടെർമിനേറ്റിംഗ് സീറോസ്? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു വലിയ സംഖ്യ. ആലോചിച്ച് നോക്കി, ഇപ്പോൾ 1 മുതൽ 100 വരെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്, എല്ലാവർക്കും അറിയാം. ആ വലിയ സംഖ്യയുടെ ലാസ്റ്റിൽ എത്ര പൂജ്യങ്ങളുണ്ട് എന്നാണ് ഈ ടെർമിനേറ്റിംഗ് സീറോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അവസാനം ഇതിന് മറ്റൊരു വാക്കും കൂടെ ഉണ്ട്, ട്രെയിലിംഗ് സീറോസ്. എഴുതി വെച്ചോണം, ട്രെയിലിംഗ്. ഒന്നുകിൽ ട്രെയിലിംഗ് സീറോസ് എന്നായിരിക്കും വരിക, അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് സീറോസ് എന്നായിരിക്കും വരിക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 5000 എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 3 എണ്ണം. എൻ്റെ ചെയ്യുമ്പോൾ 3 എണ്ണം അല്ലേ സീറോ. അപ്പോൾ വേറൊരെണ്ണം 1010000. ഇതിൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അവസാനം എത്ര പൂജ്യങ്ങളുണ്ട്? ഇതിൻ്റെ അവസാനം 4 പൂജ്യം. അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, ഇത് ഒരു പൂജ്യം അല്ലേ, ഇതിൻ്റെ ഇടയിലും മുമ്പിലും ഒക്കെ വരാം, അതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഈ ട്രെയിലിംഗ് സീറോസ് അല്ലെ ടെർമിനേറ്റിംഗ് സീറോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റിൽ എത്ര പൂജ്യമുണ്ടോ അതായിരിക്കും. അപ്പൊ 10 എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1. 100 എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2. ഇനി 50,000 എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 4. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ട്രെയിലിംഗ് സീറോസ് അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് സീറോസ് എന്താണെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടേക്ക് വാ. 1 × 2 × 3 അങ്ങനെ 100 വരെ ഗുണിക്കുമ്പോൾ ഇതിൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട്? ഞാൻ ഇനി ഇതിനെ ഒന്ന് തിരിച്ചെഴുതട്ടെ. കുഞ്ഞുങ്ങളെ, ഈ എഴുതിയിരിക്കുന്നത് 100ന്റെ ഫാക്ടോറിയൽ അല്ലേ? 100ന്റെ ഫാക്ടോറിയലിൽ എത്ര പൂജ്യങ്ങളുണ്ട് എന്നല്ലേ ഈ ചോദ്യം. കാര്യം 1 മുതൽ 100 വരെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100ന്റെ ഫാക്ടോറിയൽ എന്നാണ്. അപ്പൊ ചില കുഞ്ഞുങ്ങളെങ്കിലും മനസ്സ് ചിന്തിക്കും, അങ്ങനല്ലല്ലോ നമ്മൾ ഫാക്ടോറിയൽ പഠിച്ച്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 100 × 99 × 98 അങ്ങനെ 1 വരെ എന്നല്ലേ? ആണു. ഫാക്ടോറിയലിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ അങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1 മുതൽ 100 വരെ ഗുണിക്കുക എന്ന് പറഞ്ഞാലും 100 മുതൽ 1 വരെ തിരിച്ചു ഗുണിക്കുക എന്ന് പറഞ്ഞാലും ഒരേ ആള് തന്നെ, ഒരേ അർത്ഥം തന്നെയല്ലേ? ഇപ്പോൾ 1 × 2 × 3 × 4 × 5 എന്ന് പറഞ്ഞാലും 5 × 4 × 3 × 2 × 1 എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്നത് 100ന്റെ ഫാക്ടോറിയലാണ്. ഈ 100ന്റെ ഫാക്ടോറിയലിൽ
എത്ര ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് ഉണ്ട്? കുഞ്ഞുങ്ങളെ, ഒരു ഫാക്ടോറിയലിൽ എത്ര അവസാനിക്കുന്ന പൂജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പുറകെ പറയാം, കേൾക്കണം. നമ്മൾ ആദ്യം 100ന്റെ ഫാക്ടോറിയൽ ആയതുകൊണ്ട് 100നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കാം. 100നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും 5 ആണോ? ഓ, എപ്പോഴും 5. എൻ്റെ കാര്യവും ഞാൻ പറയാം. ശിഷ്ടം നിങ്ങൾ നോക്കണ്ട, ഉത്തരം മാത്രം നോക്കുക. 100നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 20 കിട്ടും. ഇവിടെ ശിഷ്ടം വന്നില്ല എന്നാലും. എന്നിട്ട് 20-ൽ ഒരു വട്ടം ഇടുക. വട്ടം ഇടാൻ മറക്കരുത്. ഓക്കെയാണ്. ഇനി ഈ കിട്ടിയ 20നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുക. 20നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. ഈ 4-ൽ ഒരു വട്ടം ഇടുക. ഇനി ഈ 4നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഹരിക്കാം. 4നെ എന്തായാലും നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം 5ഓ അതിന് മുകളിലോട്ടോ വരണം. അപ്പൊ എന്തായാലും നമുക്ക് 4നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നിർത്തി. എവിടെ വെച്ച് 5-ൽ താഴെ ഒരു സംഖ്യ വരുന്നോ, അതായത് 5 കൊണ്ട് ഹരിക്കാൻ പറ്റാതാവുന്നോ, അവിടെ വെച്ച് നിർത്തുക. ഇനി എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ വട്ടം ഇട്ടത് അങ്ങ് കൂട്ടിയാൽ മതി. 20ഉം 4ഉം കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 24 എന്ന് നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയുന്നു, 100ന്റെ ഫാക്ടോറിയൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട് എന്നറിയാൻ 100നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു. ശിഷ്ടം ഉണ്ട്, നിങ്ങൾ നോക്കണ്ട, ഇവിടെ ശിഷ്ടം വന്നില്ല എന്നേ ഉള്ളൂ. 100നെ 5 കൊണ്ട് ഹരിച്ചു, 20 വട്ടം ഇട്ടു. ഇനി 20നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു. 20നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 4 വട്ടം ഇട്ടു. ഇനി ഈ 4നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇല്ല, 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 5 താഴെയായി. അപ്പൊ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ 20ഉം ഈ 4 കൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം 24. പക്കാ ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഇനി കുറച്ച് പേരെങ്കിലും ചിന്തിക്കും, സംഭവമൊക്കെ എനിക്ക് കിട്ടി, 2 കൂടെ ചെയ്യുമ്പോൾ ഓക്കെ ആവും, ഈ 5 എപ്പോഴും എന്തുകൊണ്ടാണ് എടുക്കുക? മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 0 വരണമെങ്കിൽ അതിൻ്റെ അകത്തിൽ ഒരു 10 ഉണ്ടാവണം. കാര്യം ഇപ്പോൾ ഒരു 10 വരുമ്പോഴാണ് 0 ആവുന്നത്. ആലോചിച്ച് നോക്ക്. അതായത് 10നെ നമുക്ക് എങ്ങനെയാണ് എഴുതുക? 2 × 5. 10നെ നമുക്ക് എങ്ങനെ എഴുതുക? 2 × 5. മക്കളെ, 0 വരണമെങ്കിൽ ഓർത്തോണം അതിൻ്റെ അകത്തിൽ ഒരു 10 ഉണ്ടാവണം. 10 ഉണ്ടാകണമെങ്കിൽ അതിനകത്തിൽ 2 ഉണ്ടാവണം, 5 ഉണ്ടാവണം. എല്ലാ ഇരട്ട സംഖ്യയിലും 2 ഉണ്ട്. പക്ഷെ 5 എല്ലായിടത്തും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഏതിരട്ട, ഇപ്പൊ 20 എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഇങ്ങനെ എഴുതാം. 20നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 20നെ 2 × 10. അതായത് 2 × 5 × 10 എന്ന്, സോറി, 2 × 5 × 2 എന്ന് എഴുതാം. അപ്പോ എല്ലാത്തിൻ്റെ അകത്തും എപ്പോഴും ഇരട്ട സംഖ്യ വരുമ്പോൾ അതിൽ എപ്പോഴും ഒരു 2 ഉണ്ടാവും. പക്ഷെ 5 എപ്പോഴും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ശരിക്കും എത്ര ടെർമിനേറ്റിംഗ് സീറോസ് ഉണ്ട് എന്നറിയാനായിട്ട് 5ന്റെയും 2ന്റെയും എത്ര ജോഡികളുണ്ട് എന്നാണ് നമ്മൾ തപ്പേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് ഇത് 5ന്റെയും 2ന്റെയും. പിന്നെ 2ന്റെ നമ്മൾ പ്രത്യേകം നോക്കേണ്ട കാര്യമില്ല. ഏത് ഇരട്ട സംഖ്യ എടുത്താലും അതിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമുക്ക് 2ന്റെ ജോഡികൾ കിട്ടും. പക്ഷെ 5ന്റെ ജോഡികൾ എപ്പോഴും കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഇതിൽ എത്ര 5ന്റെ ജോഡികൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അതായിരിക്കും ടെർമിനേറ്റിംഗ്, അവസാനിക്കുന്ന സീറോകളുടെ എണ്ണം. കാര്യം ഒരു 0 ഉണ്ടാകണമെങ്കിൽ ഈ ഗുണിക്കുന്നതിൻ്റെ അകത്തിൽ ഒരു 10 വരണം. എത്ര 10 ഉണ്ടോ അതിനനുസരിച്ചാണ് പൂജ്യങ്ങൾ വരിക. ഇനി 10ന്റെ കേസിൽ വരുമ്പോൾ 10 ഉണ്ടാവേണ്ടത് 2 × 5 ആണ്. അതായത് 2ന്റെയും 5ന്റെയും ഒരു ജോഡി വരുമ്പോഴാണ് 10 ഒരു 0-ൽ അവസാനിക്കുക. 2ന്റെ ജോഡി നമുക്ക് എപ്പോഴും കിട്ടും. ഏതിരട്ട 2 എടുത്താലും 4 എടുത്താലും 6 എടുത്താലും 8 എടുത്താലും 10 എടുത്താലും അതിലൊരു 2ന്റെ ജോഡിയെ നമുക്ക് കിട്ടും. സോറി, 2നെ നമുക്ക് കിട്ടും. പക്ഷെ 5നെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് 5ന്റെ ജോഡി അല്ലെങ്കിൽ 5 എത്ര എണ്ണം അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും എന്ന് നോക്കുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്.
വേണമെങ്കിൽ 2ന്റെയും 5ന്റെയും ജോഡികൾ പകുത്ത് മാറ്റാം. പക്ഷെ 2 എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കും. 5 എപ്പോഴും അവൈലബിൾ ആകണമെന്നില്ല. അതുകൊണ്ടാണ് 100ന്റെ ഫാക്ടോറിയലിനെ എത്ര 5 കൊണ്ട് എടുക്കാൻ പറ്റും, അതിൽ എത്ര 5 ഉണ്ട് എന്ന് നോക്കി അത് കൂട്ടി വെക്കുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. ഒരു 4 എണ്ണം കൂടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൽ പക്ക ക്ലിയർ ആവും പെട്ടെന്ന്. മക്കളെ 140ന്റെ ഫാക്ടോറിയലിൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട്? പടപടയെന്ന് 140നെ നമ്മൾ 5 കൊണ്ട് ഭാഗിച്ചു. 140നെ നമ്മൾ 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം i 2 10, 28 വന്നു വട്ടമിട്ടു. ഇനി 28നെ നമ്മൾ 5 കൊണ്ട് ഭാഗിച്ചു. 5 5 30 25 വട്ടമിട്ടു. ശിഷ്ടം വരും. നീ ശിഷ്ടം നോക്കണ്ട, ശിഷ്ടം നമുക്ക് വേണ്ട, 5ന്റെ ജോഡി മതി. ഇനി ഈ 5നെ നമ്മൾ 5 കൊണ്ട് ഭാഗിച്ചു. 5നെ 5 കൊണ്ട് ഭാഗിച്ചാൽ 1 കിട്ടും, വട്ടമിട്ടു. അപ്പൊ 28ഉം 5ഉം ഒന്നുകൂടെ ചേർത്ത് നമ്മുടെ ഉത്തരം 34. ഇനി 40ന്റെ ഫാക്ടോറിയലിൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട്? 40നെ നമ്മൾ 5 കൊണ്ട് ഭാഗിച്ചു. 8 വന്നു, വട്ടമിട്ടു. ഈ 8നെ നമ്മൾ 5 കൊണ്ട് ഭാഗിച്ചു. 5 5. ഇനി 1നെ നമുക്ക് 5 കൊണ്ട് ഭാഗിക്കാൻ പറ്റത്തില്ല. കാര്യം 5 കൊണ്ട് ഭാഗിക്കണമെങ്കിൽ ഹരിക്കണമെങ്കിൽ മിനിമം 5ഓ അതിന് മുകളിലോട്ടോ വരണം. അപ്പൊ 8ഉം ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 9. സെറ്റാണ്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, 1 × 2 × 3 അങ്ങനെ പോയി 50 വരെ ഇതിൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട്? അപ്പോഴേ ഓർക്കുക ഈ സാധനം 50ന്റെ ഫാക്ടോറിയലാണ്. 50ന്റെ ഫാക്ടോറിയൽ എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് കാണാൻ 50നെ 5 കൊണ്ട് ഹരിച്ചു. എപ്പോഴും 5 10. ഈ 10നെ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഹരിച്ചു 2. ഈ 2നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. കാര്യം 5 കൊണ്ട് ഹരിക്കണമെങ്കിൽ മിനിമം 5ഓ അതിന് മുകളിലോ വരണം. അപ്പൊ 10ന്റെ 2 കൂടെ കൂട്ടി 12. ലാസ്റ്റ് ചോദ്യം, 36ന്റെ ഫാക്ടോറിയലിൽ അല്ല എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ട്? മക്കളെ 36നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചു. 36നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 7. ശിഷ്ടം നിങ്ങൾ നോക്കണ്ട. ഈ 7നെ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഹരിച്ചു. 5 5. ശിഷ്ടം നിങ്ങൾ നോക്കണ്ട. ഇനി 1നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. 5 കൊണ്ട് എപ്പോ ഹരിക്കാൻ പറ്റാതാവുന്നു അവിടെ നിർത്തുക. എത്ര ട്രെയിലിംഗ് സീറോസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 7ഉം ഒന്നുകൂടെ കൂട്ടി നമ്മുടെ ഉത്തരം 8. ക്ലിയർ ആണ്. അടുത്ത് 2022 ഒരു മെയിൻസിന് ചോദിച്ച മറ്റൊരു ചോദ്യം, 4 times the first of 3 consecutive odd integers is 6 more than twice the third. What is the second integer? മലയാളത്തിൽ പറഞ്ഞാൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ. 4 times the first of 3 consecutive odd integers. അതായത് തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 6 more than twice the third. മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതലാണ്. ഒന്നുകൂടെ പറയുന്നു, തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുണ്ട്. മലയാളത്തിൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുണ്ട്. ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാൾ 6 കൂടുതലാണ്. ചോദ്യം ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 4 times the first of 3 consecutive odd integers. 3 തുടർച്ചയായ ഒറ്റ സംഖ്യകളിൽ ആദ്യത്തേതിൻ്റെ 4 മടങ്ങ്. 4 times the first of 3 consecutive odd integers. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളിൽ ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് ഈസ് 6 more than twice the third. മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതലാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളെ എടുക്കുക. മക്കളെ, തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ, ഒരു സംഖ്യ x, അടുത്ത സംഖ്യ x+2, അടുത്ത സംഖ്യ x+4. ഇതാണ് 3 consecutive odd integers. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകൾ. അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും,
ഒറ്റ സംഖ്യകളെ എടുക്കുന്നത് 1, 3, 5 എന്നല്ലേ? അപ്പോൾ എക്സ്, x+1, x+3 അങ്ങനെയല്ലേ? അല്ല. ഒറ്റയായാലും ഇരട്ടയായാലും 2ന്റെ ഗ്യാപ്പാണ്. അപ്പൊ 2 വീതം കൂടി പോണം. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, 11, 13, 15 2 വീതമല്ലേ കൂടുന്നേ? 7, 9, 11 2 വീതമല്ലേ കൂടുന്നേ? 5, 7, 9 2 വീതമല്ലേ കൂടുന്നേ? 101, 103, 105 2 വീതമല്ലേ? അപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യ x ആണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ x+2 ആണ്, അടുത്ത ഒറ്റ സംഖ്യ x+4 ആണ്. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ എന്താ പറയുന്നത്? 4 times the first of 3 consecutive odd numbers. ആദ്യത്തേതിൻ്റെ 4 മടങ്ങ്. ആദ്യത്തെ x ആണ്, അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 4x. ഈ സാധനം ഈസ് 6 more than twice the third. മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതലാണ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ x+4 ആണ്, അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × x+4. കാര്യം ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. ഇതിനേക്കാളും 6 കൂടുതലാ, ഇതിനേക്കാളും 6 കൂടുതലാ. ഓക്കെ ആണ്, മുമ്പോട്ട് വാ. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ഒരു വട്ടം കൂടെ ചെയ്യും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. അപ്പം 3 ഒറ്റ സംഖ്യകൾ, ഒരെണ്ണം x, അടുത്തത് x+2, അടുത്തത് x+4. ഇനി എന്താ പറയുന്നത്? 4 times the first of 3. ഈ 3 എണ്ണത്തിൽ ആദ്യത്തേതിൻ്റെ 4 മടങ്ങ്. ആദ്യത്തെ x ആണ്, എക്സിൻ്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 × x 4x. ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് ഇത് ഈസ് 6 more than twice the third. മൂന്നാമത്തേതിൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതൽ. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ x+4 ആണ്, അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 × x+4 ആണ്, അതിനേക്കാളും 6 കൂടുതൽ. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും 4x ആദ്യത്തേതിൻ്റെ 4 മടങ്ങ്. മൂന്നാമത്തേത് ഇത്, അതിൻ്റെ ഇരട്ടി 2 × x+4, ഇതിനേക്കാളും 6 കൂടുതൽ, 2 × x+4 + 6. അതായത് ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് 4x. ഈ സാധനം മൂന്നാമത്തേൻ്റെ ഇരട്ടിയേക്കാളും 6 കൂടുതലാണ്. മൂന്നാമത്തേൻ്റെ ഇരട്ടി ഇത്, അതിൻ്റെ 6 കൂടുതൽ +6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് അകത്തേക്ക് കൊടുക്കാം. 4x = ഈ 2 ഇതിൻ്റെ അകത്തിൽ കൊടുക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവർക്കും കൊടുക്കണം. 2 എക്സിന് കൊടുക്കുമ്പോൾ 2x ആവും, 2 4-ന് കൊടുക്കുമ്പോൾ +8 ആവും, +6. ഓക്കെ ആണ്. കാര്യം അവിടെ ഓൾറെഡി ഒരു 6 ഉണ്ട്. 2x +8 +6. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് 8ഉം 6ഉം 14 ആണ്. 8ഉം 6 കൂട്ടുമ്പോൾ 14. 4x = 2x + 14. ഞാനായിരുന്നേ ഒറ്റ സ്റ്റെപ്പ്, ഞാൻ ഡീറ്റെയിൽ എഴുതി കാണിക്കുന്നുള്ളൂ, ഒറ്റ സ്റ്റെപ്പ് ഇത് ഇവിടെ കൊണ്ടുവരും. 4x - 2x 2x, അപ്പുറത്ത് 14 ഇങ്ങനെ എഴുതാം. ഇനി 4x ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ 2x ഇപ്പുറത്ത് വരുമ്പോൾ -2x ആവും, = 14. മക്കളെ 4x-ൽ നിന്ന് 2x പോയാൽ 14. 4x - 2x എന്ന് പറഞ്ഞാൽ 2x. 2x-ന്റെ വിലയാണ് 14. 2x-ന്റെ വില 14 ആണ്. എക്സിൻ്റെ വില 14/2. 14/2 7 എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണോ എക്സ് അത് 7 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ 7 ആണ്. ചെറിയ ആദ്യത്തെ ഒറ്റ സംഖ്യ 7. അപ്പൊ അടുത്ത ഒറ്റ സംഖ്യ 7 × 2 9. അടുത്ത ഒറ്റ സംഖ്യ 11. അതായത് ആദ്യത്തെ ഒറ്റ സംഖ്യ 7 ആണെങ്കിൽ രണ്ടാമത്തേത് 9 ആണ്, മൂന്നാമത്തേത് 11. x7, x+2 9, x+4 7 × 4 11. ഓക്കെ, നമുക്ക് വേണ്ടിയത് വാട്ട് ഈസ് എ സെക്കൻഡ്? രണ്ടാമത്തേത് നമുക്ക് മനസ്സിലായി 9 ആണ്, സെറ്റാണ്. ചെയ്ത സ്റ്റെപ്പ് 3 ഒറ്റ സംഖ്യ x, x+2, x+4. ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് 4x. മൂന്നാമത്തേതിൻ്റെ ഇരട്ടി 2 × x+4, അതിനേക്കാളും 6 കൂടുതൽ +6. ഇതകത്തേക്ക് കൊടുത്തു. സോൾവ് ചെയ്ത് വരുമ്പോൾ 2x-ന്റെ വാല്യൂ 14. 2x-ന്റെ വാല്യൂ 14 ആണ്. എക്സ് എന്ന് പറയുന്ന 14/2 7. ആദ്യ ഒറ്റ സംഖ്യ x 7. അപ്പൊ രണ്ടാമത്തേത് 9, മൂന്നാമത്തേത് 11. ഓക്കെയാണ്. ഇനി വേണമെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഓപ്ഷനിൽ നിന്ന് പോകുന്നവർക്ക് ഒന്ന് പ്രയോജനമാകട്ടെ എന്ന് കരുതി പറയുന്നതാണ്. പരീക്ഷകളിൽ വെറുതെ ചെയ്ത് നോക്കണ്ട. അതായത് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 9 ആണ്. രണ്ടാമത്തെ ഒറ്റ സംഖ്യ 9 ആണെങ്കിൽ
ആദ്യത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 7 മൂന്നാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 11 ആലോചിച്ച് നോക്ക്. രണ്ടാമത്തെ ഒറ്റസംഖ്യ 9 ആണെങ്കിൽ ആദ്യത്തേത് 7, മൂന്നാമത്തേത് 11. നമ്മളോട് ഇവിടെ പറയുന്ന കണ്ടീഷൻ എന്തുവാണ്? ആദ്യത്തെ ഒറ്റസംഖ്യയുടെ 4 മടങ്ങ്. ആദ്യത്തെ ഒറ്റസംഖ്യ 7 അതിൻ്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 28. മൂന്നാമത്തെ ഒറ്റസംഖ്യയുടെ ഇരട്ടിയെക്കാളും 6 കൂടുതലാണ്. മൂന്നാമത്തെ ഒറ്റസംഖ്യ 11, അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 22. 22ൻ്റെ കൂടെ 6 കൂട്ടുന്നതിന് തുല്യമാണ്. 22ൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 28. കണ്ടോ, രണ്ടും തുല്യമായി വന്നു. ആദ്യത്തേതിൻ്റെ 4 മടങ്ങ് 28, മൂന്നാമത്തേതിൻ്റെ ഇരട്ടി 22, അതിൻ്റെ കൂടെ 6 കൂട്ടുന്നതും 28, രണ്ടും സെയിമായി. അപ്പോൾ ഉറപ്പിക്കാം, രണ്ടാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 9. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് P -7 2 ആൻഡ് Q 5 -3 ഈസ് ഡാഷ്. 2023 ചോദ്യം. അതായത് 2 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ P എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ആക്സിസിൽ -7 വൈ ആക്സിസിൽ 2 Q എന്ന് പറയുന്ന പോയിന്റ് അതിൽ എക്സ് ആക്സിസിൽ 5 വൈ ആക്സിസിൽ -3 ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള അകലം എത്ര? കുഞ്ഞുങ്ങളെ, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ 2 പോയിന്റുകളിൽ ആദ്യത്തേത് എക്സും വൈയും എന്നൊക്കെ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ വലിയ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ 3 ആക്സിസ് ഉണ്ട്, ഒരു ഇമാജിനറി ഇസഡ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത്രയും മാത്രം തൽക്കാലം ഒന്ന് പഠിച്ചു വെക്കുക. 2 പോയിന്റുകൾക്കിടയിലുള്ള അകലം കാണാൻ √(x2 - x1) the whole square plus y2 - y1 the whole square ആണ്. ഒന്നുകൂടെ പറയുന്നു. ഇപ്പോൾ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. കുറച്ച് പേർക്കെങ്കിലും അറിയാം ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. 2 പോയിന്റുകളുണ്ട്. ഇവർക്കിടയിൽ എത്രന്റെ അകലം എത്ര യൂണിറ്റ് ആണ് എന്ന് കാണാനുള്ള ഇക്വേഷൻ ആണ് √(x2 - x1 the whole square plus y2 - y1 the whole square). √(x2 - x1 the whole square plus y2 - y1 the whole square). ഇനി നമുക്ക് ഇത് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ പോയിന്റ് P എന്ന് പറയുന്നത് നമ്മളോട് പറയുന്നു -7 2. നിങ്ങൾ ഏത് പോയിന്റ് എഴുതിയാലും ആദ്യത്തേത് എക്സ് ആക്സിസും രണ്ടാമത്തേത് വൈ ആക്സിസും. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് ആക്സിസ്, അപ്പോൾ ഇവിടുത്തെ എക്സ് ആക്സിസിലെ പോയിന്റ് ആരാന്ന് ചോദിച്ചാൽ -7, വൈ ആക്സിസിലെ പോയിന്റ് ആരാന്ന് ചോദിച്ചാൽ 2. അപ്പോൾ 3 5 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 3, വൈ ആക്സിസിൽ 5. -1 -2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ -1, വൈ ആക്സിസിൽ -2. അപ്പം -7 2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ -7, വൈ ആക്സിസിൽ 2. അപ്പം നമുക്ക് x1 എന്ന് പറയുന്നത് -7 ആയിട്ടും y1 എന്ന് പറയുന്നത് 2 ആയിട്ടും നമുക്ക് എടുക്കാം. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. Q ആദ്യം എടുത്ത് x1 x2 എന്ന് എടുത്താലും അകലമാണ്, അതെന്തായാലും മാറത്തില്ല. നിങ്ങൾ ഇങ്ങനെ അളന്നെടുത്താലും അങ്ങനെ അളന്നെടുത്താലും ഒന്ന് തന്നെ ആയിരിക്കും. ഇനി Q എന്ന് പറയുന്ന പോയിന്റ് നമ്മളോട് പറയുന്നു 5 -3. അപ്പൊ 5 -3 എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 5ഉം വൈ ആക്സിസിലെ ആളെന്ന് പറയുന്നത് -3. അപ്പൊ ആദ്യം x1 എന്ന് കൊടുത്ത സ്ഥിതിക്ക് x2 എന്ന് പറയുന്നത് 5, y2 എന്ന് പറയുന്നത് -3. അപ്പൊ x1 നമുക്ക് കിട്ടി -7, y1 നമുക്ക് കിട്ടി 2, x2 നമുക്ക് കിട്ടി 5, y2 നമുക്ക് കിട്ടി -3. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. √(x2 - x1 the whole square). x2 എന്ന് പറയുന്നത് 5 മൈനസ് x1 എന്ന് പറയുന്നത് -7, 5 -7 the whole square പ്ലസ് y2 എന്ന് പറയുന്നത് -3. ഇക്വേഷനിൽ മൈനസ് ഉണ്ട്, മൈനസ് ഇട്ടു. y1 എന്ന് പറയുന്നത് 2 the whole square. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ 2 മൈനസ് വന്നാൽ അത് പ്ലസ് ആണ്. അപ്പൊ √2 5 7 കൂടെ കൂട്ടുമ്പോൾ 12, 12ന്റെ സ്ക്വയർ 144 പ്ലസ്
ഇങ്ങനെ 2 മൈനസ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂട്ടിയിട്ട് മൈനസ് ഇടണം. -3 -2 എന്ന് പറഞ്ഞാൽ -5 ആണ്. -1 -6 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടി -7 ആണ്. -1 -1 എന്ന് പറഞ്ഞാൽ 1 1 2 മൈനസ് ഇട്ടു -2. -6 -1 എന്ന് പറഞ്ഞാൽ 6 1 7 മൈനസ് ഇട്ടു. ഇങ്ങനെ അടുപ്പിച്ച് 2 മൈനസ് വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ഇടണം. ഇവിടെ തന്നെ നോക്ക്, -3 -2 ഇത് രണ്ടും കൂടെ കൂട്ടി -5. മക്കളെ -5 ആയത് -5ന്റെ സ്ക്വയർ. -5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. കാര്യം നെഗറ്റീവ് സംഖ്യയുടെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവാണ്. -5ന്റെ സ്ക്വയർ വേണം നമുക്ക് എടുത്തു നോക്കാം. -5ന്റെ സ്ക്വയർ -5 ഇൻറ്റു -5. 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് 5 5 25. ഓക്കെ, 144 പ്ലസ് 25 അതായത് റൂട്ട് ഓഫ് 169. 169ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 13. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അപ്പൊ ഒരു വട്ടം കൂടെ പെട്ടെന്ന് പിടിക്കും. 2 പോയിന്റുകൾക്കിടയിലുള്ള അകലം കാണാൻ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഓക്കെ ആണ്. അപ്പൊ ഇവിടെ p -7 2. അപ്പൊ ഇവിടെ x ആക്സിസിലെ ആള് -7. അപ്പൊ x1 എന്ന് പറയുന്നത് -7 ആണ്. y ആക്സിസിലെ ആള് 2, y1 എന്ന് പറയുന്നത് 2. ഇനി q 5 -3. അപ്പോ ഇവിടെ എക്സിൽ 5. അപ്പൊ x2 എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കാം. y-ല് -3. അപ്പൊ y2 എന്ന് പറയുന്നത് -3 ആയിട്ട് എടുക്കാം. നിങ്ങൾ ഇത് x1ഉം ഇത് y1 x2 ആയിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, തിരിഞ്ഞും മറിഞ്ഞും പോകത്തില്ല. കാര്യം ഇങ്ങനെ അളന്നാലും അങ്ങനെ അളന്നാലും ഒന്നേ വരൂ. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. x2 മൈനസ് x1. x2 എന്ന് പറയുന്നത് നമുക്കറിയാം 5. 5 മൈനസ് x1 എന്ന് പറയുന്നത് -7 ദ ഹോൾ സ്ക്വയർ. ഇനി ചില ടീമുകളുണ്ട് ഈ -7 ഉണ്ടായതുകൊണ്ട് ഇക്വേഷനിലെ മൈനസ് ഇടത്തില്ല. അങ്ങനൊന്നുമല്ല, നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ പറ്റില്ല. x2 5 ഇക്വേഷനിലെ മൈനസ് ഇട്ടു. x1 -7 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്ന് പറഞ്ഞാൽ -3 ഇക്വേഷനിലെ മൈനസ് ഇട്ടു. y1 എന്ന് പറഞ്ഞാൽ 2 ദ ഹോൾ സ്ക്വയർ. ഇത് വന്നാൽ രണ്ടും പ്ലസ് വരും. അപ്പൊ 5 7 നിങ്ങൾക്കറിയാം. 5 + 7 12. 2 - 1 പ്ലസ് ആവും. 12ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 144 പ്ലസ് ഇങ്ങനെ 2 മൈനസ് വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ഇടണമെന്ന -3 -2 -5. -5ന്റെ സ്ക്വയർ -5 ഇൻറ്റു -5 25. 2 മൈനസ് പ്ലസ് ആവും. റൂട്ട് ഓഫ് 169. 169ന്റെ റൂട്ട് 13 ആണ്. ഓപ്ഷൻ സി. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി. കൈകുലുക്കലുകളുടെ എണ്ണം കണ്ടെത്തുക. 2024 ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മലയാളം വേർഷനാണ് ഇത്. മലയാളം ചോദ്യത്തിന്റെ ഒരു അവസ്ഥ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം കൊണ്ടുവന്നതാണ്. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു വിവാഹ പാർട്ടിയിൽ 40 ആളുകളുണ്ട്. അവരെല്ലാവരും പരസ്പരം ഓരോ പ്രാവശ്യം ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. കറക്റ്റ് മലയാളം, പരസ്പരം ഹസ്തദാനം ചെയ്തു. ഹസ്തദാനങ്ങളുടെ ആകെ എണ്ണം, നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡിന്റെ ഒരു ചോദ്യമാണ്. അത് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പരുവത്തിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിവതും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ കേപ്പബിൾ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തുകൊള്ളുക. മലയാളം ഒട്ടും നിവർത്തിയില്ലെങ്കിൽ, ചില ക്വസ്റ്റ്യനൊക്കെ മലയാളം ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. കാര്യം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിന് ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ് തന്നെ മാറിപ്പോകും. ശരിക്കും ആദ്യം നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ നേരെ തിരിഞ്ഞൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ തന്നെ കണ്ട് ആലോചിച്ച് നോക്കുക. പെട്ടെന്ന് 40 പേർ പരസ്പരം കൈകുലുക്കി, കൈകുലുക്കലുടെ എണ്ണം നമ്മൾ മൈൻഡിലിട്ട് ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരിച്ചിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പറയാണ്, കഴിവതും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ യൂസ് ചെയ്യുക. അപ്പം ഇവിടെ 40 പേരുണ്ട്. 40 പേര് പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു. ആകെ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം. കുഞ്ഞുങ്ങളെ, ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാൻ ഉള്ള ഇക്വേഷനാണ് n × n-1/2. ഒന്നുകൂടെ പറയുന്നു, ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷനാണ് n × n-1/2.
40 പേരാണെങ്കിൽ 40 ഇൻറ്റു 39/2. 20 പേരാണ് 20 ഇൻറ്റു 19/2. 50 പേരാണ് 50 ഇൻറ്റു 49/2. 500 പേരാണ് 500 ഇൻറ്റു 499/2. അപ്പൊ ഇവിടെ 40 സുഹൃത്തുക്കളാണ് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തത്. അപ്പൊ ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം കാണാൻ n(n-1/2). 40 പേരുണ്ട്. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 40. 40 ഇൻറ്റു 40 - 1 39/2. 40 2 കൂടെ വെട്ടുമ്പോൾ നമുക്കറിയാം 40നെ 2 കൊണ്ട് ഹരിച്ചാൽ, വെട്ടുക എന്ന് പറഞ്ഞാൽ ഹരിച്ചാൽ നമുക്കറിയാം 20. 20 ഗുണം 39 എന്താണോ അതാണ് ഉത്തരം. 39 ഗുണം 2 എന്ന് പറയുമ്പോൾ 78 പിന്നെ ഒരു 0 കൂടെ ചേർത്ത് 780 ഉത്തരമായി വരിക. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതൊക്കെ വളരെ സിമ്പിളായ ചോദ്യമാണ്, പക്ഷെ ഇതൊക്കെ ഇപ്പോഴും കയറി ചോദിക്കുന്നുണ്ട്. ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം എത്ര? ഷെയ്ക്ക് ഹാൻഡിന്റെ വേറൊരു വെർഷനും കൂടെ ഉണ്ട് ചോദ്യങ്ങൾ. അതുപോലെ തന്നെ സമ്മാനപ്പൊതികളുടെ എണ്ണം എത്ര? ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ചെറിയ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. 100% അത് പ്രയോജനം ചെയ്യും. ഇക്വേഷൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷനെ പറയുന്നുള്ളൂ. ആ ഇക്വേഷനേക്കാൾ ഉപരി ആ ഇക്വേഷൻ എങ്ങനെ വന്നു, സമ്മാനപ്പൊതിയുടെ ഇക്വേഷൻ ഇന്നതായിരുന്നു, ഹസ്തദാനം വരുമ്പോൾ ഇന്നതാവും, പരസ്പര മത്സരങ്ങൾ വരുമ്പോൾ ഇന്നതാവും, ആ ഇക്വേഷൻ വരുന്ന കൺസെപ്റ്റ് എന്താണ്, അതെല്ലാം ഡീറ്റെയിൽ ആയി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. 100% അത് പ്രയോജനം ചെയ്യും. അപ്പൊ ഇവിടെ ഒന്നുകൂടെ പറയുന്നു, ഷെയ്ക്ക് ഹാൻഡുകളുടെ എണ്ണം n(n-1/2). 40 ഇൻറ്റു 39/2 780. ഓപ്ഷൻ ഡി. പ്രോഡക്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ഈസ് 100. അതായത് 3 സംഖ്യകളുണ്ട്. ആ 3 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 100. അതായത് ഏതോ 3 സംഖ്യ, ആ 3 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 100 കിട്ടും. ഓക്കെ. സം ഓഫ് ദീസ് നമ്പേഴ്സ് ഹാസ് ഇറ്റ്സ് ലാസ്റ്റ് ഡിജിറ്റ് 3. അതായത് ഈ 3 സംഖ്യകളെ കൂട്ടുമ്പോൾ ഇതിന്റെ അവസാനത്തെ അക്കം, അതായത് ഈ 3 സംഖ്യകളുടെ സമ്മിന്റെ, അതായത് ഈ 3 സംഖ്യകളുടെ തുകയുടെ, ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 3. അവസാനത്തെ ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ ഏതോ ഒരു സംഖ്യ കിട്ടും, അതിന്റെ ലാസ്റ്റ് നമ്പർ 3. ഓക്കെ. ദെൻ ദ സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എമംഗ് ദീസ് 3 ഈസ് ഡാഷ്. അങ്ങനെയാണ് ഈ 3 സംഖ്യകളിൽ രണ്ടാമത്തെ വലിയ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. നടുക്കത്തെ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. 2021 ഒരു ചോദ്യമാണ്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. 3 സംഖ്യകളുണ്ട്. ഈ 3 സംഖ്യകൾ ഗുണിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ 100 കിട്ടും. ഇനി ഈ 3 സംഖ്യകളുടെ തുക, ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യ ഏതാ നമുക്കറിയത്തില്ല. ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 3. ലാസ്റ്റ് നമ്പർ 3. അങ്ങനെയാണ് ഈ കൂട്ടത്തിലെ രണ്ടാമത്തെ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. കൊള്ളാമോ? ഇത് വേറെ ഒരു വഴിയും നമുക്കില്ല. നമുക്ക് റാൻഡമായിട്ട് എടുത്തു, അത്യാവശ്യം ചിന്തിക്കാനുള്ള സമയം കളയുന്ന ഒരു ചോദ്യം തന്നെയാണ്. റാൻഡമായിട്ട് എടുത്തു നോക്കാൻ മാത്രമേ നമുക്ക് ഈ ചോദ്യത്തിൽ നടപടിയുള്ളൂ. അപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുണിക്കുമ്പോൾ 100 കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാലോചിക്കുക. മക്കളെ, ഗുണിക്കുമ്പോൾ 100 കിട്ടണമെങ്കിൽ 100ന്റെ ഘടകങ്ങൾ ആയിരിക്കണമല്ലോ. 100 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആയിരിക്കണമല്ലോ. അല്ലെങ്കിൽ ഒരിക്കലും ഗുണിക്കുമ്പോൾ 100 കിട്ടത്തില്ലല്ലോ. ആലോചിച്ച് നോക്കാം. അപ്പോൾ ഗുണിക്കുമ്പോൾ 100 കിട്ടണമെങ്കിൽ 100ന്റെ ഘടകങ്ങൾ 1 ആകാം, 1 ഒരു സംഖ്യ ആവാം, പിന്നെ 2 ആകാം, പിന്നെ 4 ആകാം, പിന്നെ 5 ആകാം, പിന്നെ 10 ആകാം, പിന്നെ 20 ആകാം, പിന്നെ 25 ആകാം, 50 ആകാം. ഇത്രയും സംഖ്യകൾക്ക് മാത്രമേ ഗുണിക്കുമ്പോൾ 100 കിട്ടാനുള്ള അർഹതയുള്ളൂ. കാര്യം ഗുണിക്കുമ്പോൾ 100 കിട്ടണമെങ്കിൽ 100ന്റെ ഘടകങ്ങളായിരിക്കണം. കാര്യം ഗുണിക്കുമ്പോൾ ഗുണനമായിട്ട് 100 വന്നു, അപ്പൊ ഘടകമായിരിക്കണമല്ലോ. തിരിച്ച് 100 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആയിരിക്കണം. 100 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏതൊക്കെയാ? 1 കൊണ്ട് 100നെ ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം,
4 കൊണ്ട് ഹരിക്കാം 100-നെ, 5 കൊണ്ട് ഹരിക്കാം, 10 കൊണ്ട് ഹരിക്കാം, 20 കൊണ്ട് ഹരിക്കാം, 25 കൊണ്ട് ഹരിക്കാം, 50 കൊണ്ട് ഹരിക്കാം. ഇതിൻ്റെ അകത്തു നിന്നൊരു 3 സംഖ്യയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തു നിന്ന് ഏതോ 3 സംഖ്യകൾ ഉപയോഗിച്ചു 100 ഉണ്ടാക്കി. ഇനി ആ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ ലാസ്റ്റ് നമ്പർ 3 വരണം. ലാസ്റ്റ് നമ്പർ 3 വരണം. എങ്ങനെ എടുക്കാം? ഇനി അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കളയും, എടാ ഇതിൻ്റെ അകത്തിൽ 2 ഒറ്റ സംഖ്യകൾ എന്തായാലും വരത്തില്ല. കാര്യം 2 ഒറ്റ സംഖ്യകൾ വരുവാണെങ്കിൽ ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഇരട്ടേ വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കാം, 1ഉം 5ഉം 2 ഒറ്റ സംഖ്യകളേ ഉള്ളൂ ഇതിനകത്ത്. 1ഉം 5ഉം കൂടെ കൂട്ടിയ 6. അത് ഏത് ഇരട്ട സംഖ്യയോടെ ചേർത്ത് വെച്ചാലും അത് ഇരട്ടേ വരത്തുള്ളൂ. അവസാനത്തെ നമ്പർ ഒരിക്കലും 3 വരത്തില്ല. ഇനി 3 സംഖ്യയും ഇരട്ട സംഖ്യ അല്ല. അങ്ങനെ പറയാൻ കാര്യം 3 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ലാസ്റ്റ് നമ്പർ ഇരട്ട വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 2, 4, 10 കൂട്ടുമ്പോൾ ലാസ്റ്റ് നമ്പർ 2, 4, 6, 6ഉം 10 കൂടെ കൂട്ടുമ്പോൾ ഈ പറയുന്ന പോലെ 16 ഇരട്ട വരും. അപ്പോൾ ചിന്തിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ചിന്തിക്കാം 3 എണ്ണത്തിൽ ഒരെണ്ണം ഒറ്റ സംഖ്യയാണ്. കാര്യം ഒറ്റ സംഖ്യ ഒരെണ്ണമായിട്ട് വന്നാൽ മാത്രമേ അറ്റത്തൊരൊറ്റ സംഖ്യ വരൂ. അറ്റത്ത് 3 ആണെന്ന് പറയുന്നുണ്ട്. അറ്റത്ത് 3 വരണമെങ്കിൽ, ഒറ്റ സംഖ്യ വരണമെങ്കിൽ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരൊറ്റ സംഖ്യ ഉണ്ടാവും. ഒന്നുകിൽ ഇതിനകത്തിൽ 1 ഉണ്ടാവും, 5 ഉണ്ടാവും. ഞാൻ 1 വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1, 2, പിന്നെ വരാനുള്ള സാധ്യത 50, എന്നാലേ 100 കിട്ടും. 1, 2, 50. 1ഉം 2ഉം 50 കൂടെ ഗുണിക്കുമ്പോൾ 100 വരും. കാര്യം 3 സംഖ്യ വരണം. 1, 2 ഗുണിക്കുമ്പോൾ 2, 2ഉം 50 കൂടെ ഗുണിക്കുമ്പോൾ 100 വരും. ഇനി ഈ സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്ക്. 1ഉം 2ഉം 3, 3ഉം 50 കൂടെ കൂട്ടുമ്പോൾ 53. കറക്റ്റായി, ഗസ് കറക്റ്റാണ്. കാര്യം 53 വന്നു. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ലാസ്റ്റ് ഡിജിറ്റ് 3ഉം കിട്ടി. അപ്പം നമുക്ക് പറയാം ഈ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 50 കാര്യം ഈ 3 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 100 കിട്ടും. ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 53. അതായത് ലാസ്റ്റ് നമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് 53-ൽ 3 കറക്റ്റായിട്ട് വന്നു. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ 1, 2, 50. നമുക്ക് വേണ്ടിയത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ എമംഗ് ദീസ് 3. ഈ 3 എണ്ണത്തിൽ രണ്ടാമത്തെ വലിയ 1, 2, 50. ഇതിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 2. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഞാൻ ഒരു വട്ടം കൂടെ പറയും, ഒന്നുകൂടെ ശ്രദ്ധിക്കും. 3 സംഖ്യകളുണ്ട്. 3 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 100 കിട്ടും. മക്കളെ, ഗുണിക്കുമ്പോൾ 100 കിട്ടണമെങ്കിൽ 100ന്റെ ഘടകങ്ങൾ ഏതെങ്കിലും 3 എണ്ണമായിരിക്കും. കാര്യം 100ന്റെ ഘടകങ്ങൾ കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ 100 ആവൂ. അതായത് 100 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലേ 100 കിട്ടൂ. ഏതൊക്കെ സംഖ്യകളെ 100 കൊണ്ട് ഹരിക്കാം? 1നെ ഹരിക്കാം, 2നെ ഹരിക്കാം, 4നെ ഹരിക്കാം, 5നെ ഹരിക്കാം, 10നെ ഹരിക്കാം, 20നെ ഹരിക്കാം, 25നെ ഹരിക്കാം, 50നെ ഹരിക്കാം. ഇത്രയും സംഖ്യകൾ ഉപയോഗിച്ചാൽ മാത്രമേ 100 കിട്ടത്തുള്ളൂ. ഉറപ്പാണ്. ആണേ, ഇതിൻ്റെ അകത്തു നിന്ന് ഒരു 3 സംഖ്യകൾ എടുത്ത് ഗുണിച്ചപ്പോൾ 100 കിട്ടി. ഇനി നമുക്ക് ഒരു കണ്ടീഷനോടുണ്ട്. ആ 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ലാസ്റ്റ് നമ്പർ 3 വരും. അപ്പോഴേ നിങ്ങൾ ആലോചിക്കണം, 3 സംഖ്യകളാണ്, അതിൽ ഒരെണ്ണം ഒറ്റ സംഖ്യയായിരിക്കും. കാര്യം ഒറ്റ സംഖ്യ ഒരെണ്ണം വന്നാലേ ലാസ്റ്റ് നമ്പറും ഒറ്റ. 3 എന്ന് പറയുന്ന ഒറ്റ നമ്പർ അല്ലേ, ഒറ്റയാവും. അപ്പോൾ ഒന്നുകിൽ 1, 5 അതിൻ്റെ അകത്ത് വരും. 2 കൂടെ വരത്തൂല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കുക. അപ്പം ഞാൻ 1 എന്തായാലും ഉണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. അപ്പോൾ 1ഉം 2ഉം എടുത്താൽ പിന്നെ സാധ്യത 50-നാണ്. കാര്യം 3 സംഖ്യകൾ വേണം. 3 സംഖ്യകൾ കൊണ്ട് 100 ഉണ്ടാക്കണം. 1ഉം 2ഉം 2, പിന്നെ സാധ്യത 50. ഇനി ഇത് തമ്മിൽ കൂട്ടി നോക്ക്. 1ഉം 2ഉം 3, 3ഉം 50 കൂടെ കൂട്ടുമ്പോൾ മക്കളെ 53. അപ്പൊ ഈ 3 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 100 കിട്ടും. ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 53 വരും. അതിന്റെ ലാസ്റ്റ് നമ്പർ 3. അപ്പൊ സംഖ്യകൾ 1, 2, 50. നമുക്ക് വേണ്ടിയത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ, രണ്ടാമത്തെ വലിയ സംഖ്യ 2 ഓപ്ഷൻ എ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്, നന്നായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമ്പേഴ്സിന്റെ ഇതേപോലെ ഒരു സെഷനും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുകൂടെ ആകുമ്പോഴത്തേക്കും ഇതുവരെ ചോദിച്ചിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിലെ
നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിലുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു മാറിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. തൊട്ടടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.